ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നശിച്ചു പോകാനല്ല വിളിച്ചിരിക്കുന്നത്, അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. എൻ്റെ കൂടെ എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി വഴികൾ തുറക്കുമെന്ന്? അവർ മാത്രം ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അത്ഭുതമാക്കി മാറ്റുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരെ ഞാൻ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ സൂമിലേക്ക് വരിക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിനോട് പറയുന്ന ഒരു സുരേഷിൻ്റെ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവുകയാണ്. സുരേഷിൻ്റെ ഭവനത്തെ കർത്താവിന് തൊടാൻ പോവുകയാണ്. എന്നിങ്ങനെ കർത്താവിനോട് പറയുന്ന വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ ദിവസങ്ങളിൽ. ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നു, ആരും നമ്മളെ സഹായിക്കാനില്ല, ആരും നമുക്ക് വേണ്ടി സഹായവുമായിട്ട് വരും, എല്ലാ വാതിലും അടഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഞാൻ. എന്നാൽ കർത്താവ് പറയുന്ന ഒരു സുരേഷിൻ്റെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. ആ തലമുറകളെ ദൈവം സ്പർശിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ സൂമിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് സ്പർശിക്കുക. ആ മകന്റെ വലിയൊരു ഞെരുക്കം, അവരനുഭവിക്കുന്ന വലിയൊരു ഞെരുക്കത്തെ കർത്താവ് ഇന്ന് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകാൻ പോകുക. കുടുംബത്തോട് പറയണം, യേശു അത്ഭുതം ചെയ്യും, യേശുവിന്റെ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകും. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യും. വലിയ പ്രവൃത്തികളെ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യും. ഇന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർ ആലോചനകളെ ചാടി പിടിച്ചോണം. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്, ഞാനിങ്ങനെ ഒരു വാക്കാ, ഈ മെറ്റൽഡ എന്ന് പറയുന്ന ഒരു പേരാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള പേരാണ്. കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ മെറ്റൽഡ അങ്ങനെ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ആ കുടുംബത്തെ, ആ സഹോദരിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ സ്ഥിതികളെ ദൈവം മാറ്റാൻ പോകുകയാണ്. യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തി നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എന്റെ കൂടെ പറഞ്ഞാട്ടെ, അത്ഭുതം നടക്കുമെന്ന് പറ. ആമേൻ. ചില ആൾക്കാർക്ക് വലിയ പേടിയാ, ചില ആൾക്കാർക്ക് ഭയങ്കര കളിയാക്ക. അത്ഭുതം അത്ഭുതം അത്ഭുതം. ഞാൻ പറഞ്ഞത് പിശാചിനാണ് ഇത് കേൾക്കുമ്പോൾ അലർജി. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു വന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്, മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു, ഊമൻ സംസാരിക്കുന്നു, ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. ഇത് പോയി യോഹന്നാനെ അറിയിക്കുക. അമ്മ, ഇത് യോഹന്നാനെ മാത്രമല്ല, പിശാചിന്റെ അടിസ്ഥാനം ഇളകുന്നത്. തകർന്നിരിക്കുന്ന ഒരു വ്യക്തി പണിയപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരം വെളിപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ പ്രവൃത്തികളെ പ്രതീക്ഷിച്ചോണം. എന്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ പോകാം. ഇന്നലെ കേട്ട വചനഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? തുടർച്ചയായിട്ട് വചനം നമ്മൾ കേട്ടുപോകുന്നു. ഇന്നലെ കേട്ട വചനഭാഗം ആരെങ്കിലും കേൾക്കുന്നു? ഓർമ്മയുണ്ടോ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, പക്ഷം ചേർന്ന് വാദിക്കുന്ന, പക്ഷെ യഥാർത്ഥ വാക്യം അതല്ലായിരുന്നു. ഇന്നലെ സംസാരിച്ച യഥാർത്ഥ വാക്യം അതല്ലായിരുന്നു. നമുക്ക് അതാണ് പ്രധാനപ്പെട്ട വാക്യം. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു?
ബ്രദറെ വചനമാകുന്ന മരുന്ന് വചനം ആ പറഞ്ഞില്ല. എത്ര പേര് വചനം എന്ന് ഭക്ഷിച്ചു? വചനം എത്ര പേര് ഭക്ഷിച്ചു? ആമേൻ, ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ അത്ഭുതം ഈ ദിവസങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ദൈവം രൂപാന്തരം വരുത്തിയ, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ ഇടയായി തീർന്നു. രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ആളുകളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഉറപ്പിച്ചെപ്പോഴും പറയുന്നത്, വീണ്ടും പറയുകയാണ്, നമ്മൾ അത്ഭുതം കാണും. നമ്മുടെ സ്ഥിതികളെ കർത്താവ് മാറ്റും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ ഈ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പ്രയറിലേക്ക് കയറാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല കാര്യത്തിലും ഇന്ന് അനുഗ്രഹിക്കുന്നല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എനിക്ക് കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞ 2 വ്യക്തികളെയാണ് ദൈവാത്മ ഒന്ന് ഒരു മകനാണ്, റോണി എന്നാണ് പേര്. 2 മനോജ് എന്ന് പറയുന്ന ഒരാളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഒന്ന് റോണി എന്നാണ് മകൻ്റെ പേര്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ മകനുള്ള കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. എന്നോട് കർത്താവ് പറയുന്ന ആ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് അയക്കുകയാണ്. ഒരു സൈനായിട്ട് ദൈവം കാണിക്കുന്നു. ഇതിൻ്റെ ഒരു കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ കേട്ടോണം. ആ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന വീടിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ പണ്ടത്തെ ഒരു ഒമിനി കാറുണ്ട്, അതിൻ്റെ ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഊർത്തി വിടുന്ന ടൈപ്പ് ഒരു ഡോർ. അതായത് ഈ ഗേറ്റും വീടുമായിട്ട് മിറ്റമില്ലാത്തൊരു വീടാണ്, പക്ഷേ ഇങ്ങനെ ഊർത്തി വിടുന്ന ഒരു ഗേറ്റുള്ള വീടാണ്. റോഡുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. അതിന് മിറ്റമില്ല, ചേർന്ന് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തകരത്തില്ല കേട്ടോ, തകർന്നു പോകത്തില്ല, ഒന്നും വിൽക്കേണ്ടി വരത്തില്ല. ദൈവം അത്ഭുതമാക്കി മാറ്റും. ആരാന്ന് വെച്ച് ഏറ്റെടുത്തോ? സൂമിലാണോ യൂട്യൂബിലാണോ എനിക്കറിയത്തില്ല. ആമേൻ പറഞ്ഞ് അതിനെ സീൽ ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ പ്രവൃത്തികളെ അയക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. തുടക്കം മുതലേ കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആലോചനകളെ ചാടി പിടിച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ ആത്മാവ് പ്രവചനാലോചനയിൽ ഇടപെടുമ്പോൾ നിങ്ങൾ അടയാളങ്ങൾ പറയുന്ന അടയാളം ശ്രദ്ധിച്ചോണം. പേര് മാത്രം പോരാ, അടയാളം കൂടെ ശ്രദ്ധിച്ചോണം. അതുമായിട്ട് ആ ഒരു അടയാളവും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് നിങ്ങൾ ചാടി റെസ്പോണ്ട് ചെയ്യാവുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നലെ കേട്ട വചനം ഇതാണ്. നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കുകയല്ല, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ഇന്ന് കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചന സന്ദേശം മറ്റൊന്നുമല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, താഴ്ചകളിൽ നിന്നും എങ്ങനെ ഉയർച്ചയിലേക്ക് വരാം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഉയർച്ച എങ്ങനെ പ്രാപിക്കാം. ആമേൻ. ബൈബിൾ പറയുന്നു ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി എന്നെ ചവിട്ടി താക്കുന്നതല്ല, ദൈവത്തിന്റെ പദ്ധതി എന്നെ പിടിച്ചുയർത്തുന്നതാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നതിന് മനസ്സിലിങ്ങനെ വന്നതാണ്. ഈ ദിവസങ്ങളിൽ ഒരു യൂട്യൂബിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുവാൻ ഒത്തിരി ആൾക്കാർ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. നമ്മൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതേപോലെ നമുക്ക് ഒരു ബൈബിൾ സ്റ്റഡി ആരംഭിക്കാൻ ആഗ്രഹിക്കും. എത്രയൊക്കെ സന്തോഷമുണ്ട്, എത്രയൊക്കെ ആഗ്രഹമുണ്ട് വചനം പഠിക്കുവാൻ, സൂം പ്രയർ കൂടാതെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ വാട്സാപ്പിലേക്ക് അയക്കുക. ആമേൻ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും ആ കൂട്ടത്തിൽ നിങ്ങൾ ചോദിക്കുക. അത് നമുക്കെല്ലാം ക്ലിയർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. നേരത്തെ നമ്മൾ എനിക്ക് വന്ന് 2 വർഷം മുമ്പ് വരെ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 7 മണിക്കും എനിക്ക് തോന്നുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു ബൈബിൾ സ്റ്റഡി പോലെ ലൈവ് ഉണ്ടായിരുന്നു. അത് വീണ്ടും ആരംഭിക്കാൻ വേണ്ടിയാണ്. അതൊരു ബൈബിൾ സ്റ്റഡി പോലെ പോകാൻ വേണ്ടിയാണ്. എന്നാൽ ആ ബൈബിൾ സ്റ്റഡി മാത്രമല്ല, അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. കാര്യം വചനം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ വചനത്തിൻ്റെ ശക്തി ഉണ്ടാവും. അത് കേൾക്കുക. അതിൻ്റെ ടൈം ഞാൻ അറിയിക്കാം. ചിലപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈമുകളായിരിക്കും, അത് നിങ്ങൾക്ക് അറിയിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോകാതിരിപ്പാൻ യേശു പറയുന്നു. ഇന്നലെ നമ്മൾ കേട്ടു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ട വചനമാണ്,
എന്നാൽ ഈ ആ വചനത്തിന്റെ അകത്തുനിന്നും തുടർച്ചയായിട്ട് നമ്മൾ പോവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 32 വാക്യത്തിലാണ്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ അപേക്ഷിക്കുവല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാം, ദൈവവും യേശുവും നിങ്ങളും 3 പേരുണ്ടെന്നിരിക്കട്ടെ. ഈ 3 പേരുടെ നടുവിൽ നിങ്ങൾ നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നലെ കേട്ട വചനത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നു എന്ന് നമ്മൾ കേട്ടു. ഇനി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ചില കൺഫ്യൂഷനുകൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. ആമേൻ ആമേൻ ആമേൻ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു സംശയം നമ്മളിൽ വ്യാപരിക്കാറുമുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ സംശയം കയറാറുമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സംശയങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ വരുന്ന സമയത്ത് ഈ സംശയത്തിൻ്റെ വരവ് തന്നെ എന്നെ വിശ്വാസത്തിൽ നിന്ന് ഉന്തിയിടുക, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും എന്നെ ഉന്തിയിടുക എന്നൊരു ലക്ഷ്യമാണ് സംശയത്തിൻ്റെ വരവ്. എന്നാൽ ഒരു വിശ്വാസി ആദ്യം മനസ്സിലാക്കണം, കർത്താവായ യേശുവിലുള്ള ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തകരത്തില്ല. പക്ഷെ നമുക്കിത് ഉറപ്പ് വേണം. നമ്മുടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വിഷയത്തിൻ്റെ അകത്ത് ഒരു ഉറപ്പ് വേണം. എങ്ങനെ ഈ ഉറപ്പ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വചനത്തിലൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ നോക്കിക്കോണം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഈ വാക്ക് ശ്രദ്ധിച്ചോണം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ടു, എൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ യേശു എനിക്ക് വേണ്ടി. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി യേശുവിൻ്റെ വിശ്വാസത്തിലേക്കും യേശുവിൻ്റെ പ്രാർത്ഥനയുടെ കീഴിലേക്കും വരുന്നുള്ളത് ഇന്നലെ കേട്ടു. നിങ്ങൾ യൂട്യൂബിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്, അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2ാമത്തെ ഭാഗമാണ് ഇതിൻ്റെ, ദൈവത്തെ വിശ്വസിക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തെ വിശ്വസിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പറ, ദൈവത്തെ വിശ്വസിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമുക്കെല്ലാം ദൈവത്തെ വിശ്വാസം അല്ലേ? നമുക്ക് എല്ലാവർക്കും ദൈവത്തെ വിശ്വാസം. പിന്നെ എന്തുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ ഒരു വാക്കെടുത്ത് പറയാൻ കാരണം? ഞാൻ ചോദിച്ചോട്ടെ, കർത്താവേ, എനിക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിൽ എല്ലാവരും, നിരീശ്വരവാദികൾ ഒഴിച്ച് ഒട്ടുമുക്കാലും ആൾക്കാരും ദൈവത്തെ വിശ്വസിച്ചു. ഈ വാക്ക് അവിടെ എടുത്തു പറയാൻ എന്തായിരിക്കും കാരണമെന്ന് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ വാക്ക് ഇങ്ങനെ അങ്ങ് വായിക്കാം. അബ്രഹാം ബിലീവ്ഡ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ് അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എനിക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതായത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അബ്രഹാമിൻ്റെ ഈ അക്കൗണ്ടഡ് എന്നുള്ള വാക്ക് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി. കണക്കിട്ടു എന്നൊക്കെ പറയുമ്പോൾ ശരിയാണെങ്കിൽ പോലും എനിക്ക് ഈ അക്കൗണ്ടഡ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ചിന്ത എന്നിലൂടെ പോയി. കാരണം നമ്മൾ ഈ അക്കൗണ്ടെന്നും അക്കൗണ്ടഡ് എന്നൊക്കെ പറയുമ്പോൾ നിക്ഷേപമെന്നും കണക്കിട്ടു എന്നൊക്കെ പറയുന്ന വാക്കാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഒരു നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, എൻ്റെ അക്കൗണ്ടിൽ എന്ന് പറയത്തില്ലേ, എൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പറയത്തില്ല നിക്ഷേപം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്തു, അത് നീതിയായി ദൈവം കണക്കിട്ടു എന്ന് പറയുമ്പം ഈ ഒരു വാക്ക് എന്നെ അങ്ങ് സ്പർശിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അബ്രഹാമിൽ ദൈവം കണക്കിട്ടു. നിങ്ങൾ ഓർത്തോണം, അബ്രഹാമിൽ ഒരു കണക്ക് ദൈവം വെച്ചു, ഒരു നിക്ഷേപമെന്നും അല്ലെങ്കിൽ അത് ദൈവം പരിഗണിച്ചു എന്നും കണക്കിട്ടു എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. ഇത് അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. നാം ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്നും നമ്മൾ വിശ്വസിക്കണം. 2 കാര്യമാണ്. 1, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തെ അന്വേഷിക്കുന്ന എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറ.
ദൈവത്തെ അന്വേഷിക്കുന്ന എനിക്ക് പ്രതിഫലം കിട്ടും. ഇനി എന്താണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയാൻ കാരണം ഞാൻ മറ്റൊരു വചനഭാഗത്തിൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം മുതലാണ്. ഉടനെ യേശു കർത്താവ് താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് ദൂരത്തായി കാറ്റ് പ്രതികൂലമാകെയുണ്ട് തിരമാലയാൽ വലഞ്ഞിരിഞ്ഞു. രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു വരുന്നത് അവർ കണ്ടു. കടലിന്മേൽ നടക്കുന്നത് ശിഷ്യന്മാര് കണ്ടിട്ട് അവർ ഭ്രമിച്ചു നിലവിളിച്ചു. ശ്രദ്ധിച്ചോണം, ഇവിടെ പോലെ നിങ്ങൾ നോക്കണം. കർത്താവ് കടലിന്മേൽ നടന്നു വരുന്നത് കണ്ടിട്ട് ശിഷ്യന്മാര് ഭ്രമിച്ചു നിലവിളിച്ചു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർത്താവ് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം ശിഷ്യന്മാർക്കകത്ത് കർത്താവാണെന്നുള്ള ചിന്തയല്ല വന്നത്. അവരെന്ത് ചെയ്തു? ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്, കർത്താവ് തെരഞ്ഞെടുത്തവരാണ്, കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്. പക്ഷെ രാത്രിയിൽ 4-ാം യാമത്തിൽ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റോ വെട്ടോ ഒന്നുമില്ല, നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രകാശവും ഇല്ല, കൂരിരുട്ടെന്ന് വേണം ചിന്തിച്ചോ. ആ സമയത്ത് തിരമാല എല്ലാം കൂടെ ബഹളം വെക്കുന്നു, കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ യേശു കടലിലൂടെ നടന്നു വരുന്ന ആ ഒരു രംഗവും കൂടെ കണ്ടപ്പം ശിഷ്യന്മാരെന്ത് ചെയ്തു? വിശ്വാസത്തിൽ ബലപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? അവർ അവിശ്വാസത്തിലല്ല, അവർ അധൈര്യപ്പെട്ടുപോയി. അവർ ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, യേശു പറയുകയാണ് ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട എന്ന്. ഈ 2 വാക്ക് ശ്രദ്ധിച്ചോണം. ധൈര്യപ്പെടുവിൻ, പേടിക്കണ്ട എന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത, നമ്മളെ പേടിപ്പിക്കുന്ന പരിപാടി കർത്താവിനില്ല. യേശു കർത്താവിന്റെ പ്രത്യേകത, എന്റെ ധൈര്യം ചോർത്തുന്ന ഒരു പരിപാടി ദൈവത്തിനില്ല. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത എന്നെ ധൈര്യപ്പെടുത്തും, എന്റെ ഭയത്തെ ദൈവം മാറ്റും. അങ്ങനെയെങ്കിൽ കൂട്ടത്തിലിരുന്ന പത്രോസ് ശ്ലീഹായ്ക്കകത്തൊരു ചിന്ത 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതൊരു പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പത്രോസ്ലിയയ്ക്ക് ഒരു കാര്യം അറിയാം. അതെന്താന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ വചനത്തിൽ നിന്ന് ഒരു കാര്യം അറിയാം. ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്യരുത്. എന്തായിരിക്കും പത്രോസ്ലിയയ്ക്ക് അറിയാവുന്ന കാര്യം? കർത്താവ് വിചാരിച്ച അസാധ്യമായ ഒന്നുമില്ല. ഞാൻ പറയാം, പത്രോസിലേക്ക് ഒരു കാര്യം അറിയാം. ഭൂതമാണെങ്കിൽ ഞങ്ങളെ കടലിൽ മുക്കും. യേശുവാണെങ്കിൽ എന്ത് ചെയ്യും? യേശുവാണ് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ മീതെ ഞങ്ങളെ നടത്തും. അതിന് കർത്താവ് നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിന്റെ മേൽ നിന്റെ അടുക്കൽ വരാൻ ഒന്ന് കൽപ്പിക്കണം. അപ്പൊ മനസ്സിലായോ? ഇതാണ് നമുക്കൊരറിവുണ്ടായിരിക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് ഇൻ ഗോഡ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ചുമ്മാ വിശ്വസിക്കും, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമല്ല അബ്രഹാം. നമ്മൾ വിശ്വസിക്കുമ്പോൾ ആദ്യം ദൈവത്തെപ്പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പത്രോസ്ലിഹയ്ക്കകത്തൊരു അറിവുണ്ട്. എന്റെ ദൈവം എന്നെ മുക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം എന്നെ പൊക്കുന്ന ദൈവമാണ്. മനസ്സിലായോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഇവിടെ വചനം പറയുന്നത് പത്രോസ്ലിഹയ്ക്ക് ഒരു സംശയം, ഓർത്തോണം, ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. 4-ാം യാമമാണ്. കാര്യവര് മീൻപിടുത്തക്കാരാണ്, കടലിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇവരെ ഭയപ്പെടുത്തുന്ന രീതി. ഇപ്പൊ നിങ്ങൾക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കടലിൽ പോയി ശീലിച്ച ഒരാളല്ല. ഇന്നേ വരെ ഞാൻ കപ്പലേ കയറിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കടലിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലയും കോളും കാറ്റും ഒക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ പേടിക്കുമായിരിക്കും. പക്ഷെ ദിവസവും മീൻ പിടിക്കാൻ കടലിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് വലിയ പേടിയൊന്നുമല്ല, അല്ലെ? അവർക്കിനി ഇച്ചിരി ഇരുട്ടിയാലും ഇച്ചിരി ഇരുട്ട് വന്നാലും തിരമാല ഇച്ചിരി കാടിച്ചാലും മഴയൊക്കെ പെയ്താലും അവർക്ക് പേടിയൊന്നുമില്ല. അവർ സ്ഥിരം പോകുന്നവരാ. പക്ഷെ സ്ഥിരം മീൻപിടുത്തക്കാരായ ശിഷ്യന്മാരെ ഭയപ്പെടുത്തണമെങ്കിൽ അന്തരീക്ഷം ചെറുതല്ല, ഇളക്കുന്ന അന്തരീക്ഷമാണ്, അവരെ പേടിപ്പിക്കുന്ന അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണക്കാരല്ല, മീൻപിടുത്തക്കാരാ, കടലും കായലും ഒക്കെ ആയിട്ട് നല്ല പരിചയമുള്ളവരാ. ഇവര് പേടിക്കണമെങ്കിൽ അത്രയും ഭയങ്കര അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞ, കർത്താവേ നീ ആണെങ്കിൽ, യേശുവാണെങ്കിൽ ഇതാ നമ്മുടെ അകത്തോട്ട് കയറണം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത,
എത്ര പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ വന്നാലും അതിൻ്റെ അകത്ത് മുങ്ങിപ്പോകുവാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നെ പൊക്കിയെടുക്കുമെന്ന് പറ. എന്നെ പൊക്കിയെടുക്കും. ഓ യേശുവിന്റെ നാമത്തിൽ. എൻ്റെ കർത്താവിന് പറഞ്ഞ ഒരു സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ, അതാരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം, സാജന്റെ ഭവനത്തിൽ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, മുങ്ങിപ്പോകത്തില്ല, കർത്താവ് അതിന് പൊക്കിയെടുക്കാം. ആരാന്ന് വെച്ചാൽ സൂമിലാണെങ്കിൽ ഏറ്റെടുത്തോണം, സാജന്റെ ഭവനത്തെ. ആരാ സൂമിലുണ്ടോ? ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവുക. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ വേഗത്തിൽ കമന്റ് ചെയ്തു. സാജൻ അപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് സാജന്റെ ഭവനത്തോടെ പറയണം, എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, മുങ്ങിപ്പോകത്തില്ല കേട്ടോ. അവരെ ആ കുടുംബത്തിൽ പോയിട്ട് പറയണം, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി എന്നോട് ഇങ്ങനെ വല്ലാത്തൊരു ഭാരത്തിലൂടെ കുടുംബം കടന്നു പോകും. അങ്ങനെയാണെന്ന് ചോദിക്കണം. വല്ലാത്തൊരു ഭാരത്തിലൂടെ അവർ കടന്നു പോവുക. കർത്താവ് പറയുന്നു, സാജന്റെ കുടുംബം മുങ്ങത്തില്ലെന്ന് പോയി പറയണം, നീ മുങ്ങത്തില്ല, നിന്നെ ദൈവം ഉയർത്തും എന്ന് പറഞ്ഞോണം. ചോദിച്ചോണം, അങ്ങനെ വല്ല അവസ്ഥയിലാണെന്ന് ചോദിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഉയർത്താൻ വേണ്ടി പോവുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയൊരു ഫിനാൻഷ്യൽ മേഖല ഞാൻ കാണുന്ന ഒരു 12 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് 12 ലക്ഷം, ശ്രദ്ധിച്ചു കേട്ടോണം, 12 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു കടത്തിന്റെ കെണിയിലകപ്പെട്ട് പരിഹരിക്കാൻ കഴിയാതെ ഇത് ഞാൻ തീരാതെ ഇത് തീരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ആ വാക്കാണ് ഞാൻ കേൾക്കുന്നത്, ഞാൻ തീരാതെ ഇനി തീരത്തില്ലത്. പക്ഷെ കർത്താവ് പറയുന്നത് ദൈവത്തിൽ ഏൽപ്പിക്കുക. കർത്താവ് വലിയൊരു പരിഹാരം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ദൈവം വലിയൊരു പരിഹാരം ചെയ്യും. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ആരാ ഏറ്റെടുത്തു? അത് യേശുവിൻ്റെ നാമത്തിൽ. വചനം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അതിന് പത്രോസ്, കർത്താവെ നീ ആകുന്നു എങ്കിൽ, നീ ആകുന്നു എങ്കിൽ. ഇതാ ശ്രദ്ധിച്ചോണം, പത്രോസിലേക്ക് ഒരു അറിവുണ്ട്, യേശുവാണെങ്കിൽ എന്നെ മുക്കത്തില്ല. ഇവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേക്കും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയല്ല, ആരാണ് എൻ്റെ ദൈവം, ഇതാ നമ്മുടെ അകത്തോട്ട് വരണം. ഞാൻ ആ അക്കൗണ്ടബിൾ, ശരിക്കും പറഞ്ഞാൽ കണക്കിട്ടുന്നൊരു പദമാണെങ്കിൽ പോലും എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അബ്രഹാം ബിലീവ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ് അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. അക്കൗണ്ടഡ്, അബ്രഹാമിന് അത് അക്കൗണ്ടഡ് ആയെന്ന് പറയത്തില്ല. നമുക്ക് നമ്മുടെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു തരാം. അക്കൗണ്ടഡ് എന്നുള്ളത് നിക്ഷേപം എന്നൊക്കെ നമുക്ക് വേണം യൂസ് ചെയ്യാം. എങ്കിലും അബ്രഹാം വിശ്വസിച്ചൊരു കാരണം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. എനിക്ക് വലിയ ഇഷ്ടമുള്ള പല ആൾക്കാർ എന്നെപ്പറ്റി എനിക്കറിയാവുന്ന എൻ്റെ സഹോദരന്മാർ, ബ്രദർമാർ എപ്പോഴും പറയും, ബ്രദർ എപ്പോൾ വിശ്വാസം തൊട്ടാലും കറങ്ങിത്തിരിഞ്ഞ് അബ്രഹാമി വന്നിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ വിശ്വാസം പ്രസംഗിച്ചിട്ടുണ്ടോ, അത് കർത്താവ് തന്നെ വെച്ചിരിക്കുന്നത്, കറങ്ങി അവിടെ തന്നെ വരത്തുള്ളൂ. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയ ദൈവം വെച്ചതിൻ്റെ കാരണം അതൊരു ലോക്കാണ്. അതിൽ നിന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദൈവം എന്നെ അറിയാതെ ആദ്യം കമൻറ്റ് ചെയ്യുമായിരിക്കും വാട്സാപ്പിൽ, അബ്രഹാം വന്നല്ലോ. ഇവിടെ പറയുകയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അപ്പം എങ്ങനെ വിശ്വസിക്കണം? ആരാന്നൊരു അറിവുണ്ടായിരിക്കണം. ഇവിടെ പത്രോസ് പറയാം, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്റെ മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇനി 29-ാം വാക്യം ശ്രദ്ധിച്ചോണം, വരിക. നിങ്ങൾ ഈ പ്രസംഗം എല്ലാം കേട്ട് മടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പത്രോസ് വെള്ളത്തിൽ പോയ കഥയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 29-ാം വാക്യത്തിൽ പറയുന്നു, വരിക എന്ന് യേശു പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നും ഇറങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു. ആമേൻ. ശ്രദ്ധിച്ചോണം, വെള്ളത്തിന്റെ മീതെ പത്രോസ് ലീഹ നടന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ആമേൻ. ആ വാക്ക് ശ്രദ്ധിച്ചോണം, വെള്ളത്തിന്റെ മീതെയാണ്, വെള്ളത്തിലൂടെ നീന്തിയല്ല, വെള്ളത്തിന്റെ മീതെയാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, വെള്ളത്തെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തോടോ കായലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചവിട്ടി നിന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ? വെള്ളത്തിൽ കയറി നിന്ന ആൾക്കാരുണ്ടോ? ഇല്ല, ആരും കാണത്തില്ല. ആരാ ഉള്ളത് വെള്ളത്തിൽ കയറി ചവിട്ടി നിന്നത്? വെള്ളത്തിൽ കയറി ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല. ചവിട്ടി നിൽക്കണമെങ്കിൽ നമ്മുടെ വെയിറ്റ് താങ്ങുന്ന ഒരു പ്രതലം അവിടെ ഉണ്ടായിരിക്കണം, അല്ലേ? വെള്ളത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ ചാടി കയറി ചവിട്ടിയാൽ അത് താന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ താങ്ങാൻ പറ്റുന്ന ഒരു പ്രതലം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതലം വെള്ളത്തിനില്ല. വെള്ളത്തിന് ആഗ്രഹമുണ്ട്, വലിയതായിട്ട് ഇങ്ങനെ കിടക്കുക, കായലും കടലിലും ഒക്കെ വലുതായിട്ട് കിടക്കുക. പത്രോസിലേക്കോട് കായൽ പറയും, അല്ലെ കടൽ പറയും, പത്രോസെ നിന്നെ ഒന്ന് താങ്ങി നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ താങ്ങാനുള്ള പവറില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് നിന്നെ മുക്കാനുള്ള പവറേ ഉള്ളൂ, നിന്നെ താങ്ങാനുള്ള പവറില്ല.
പിന്നെ എങ്ങനെ പത്രോസ് ലീഗ വെള്ളത്തിന്റെ മീതെ നിന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് ഒരു സജിതയോട് പറയുകയാണ്, കടഭാരത്തിന്റെ മേൽ മുങ്ങത്തില്ല കേട്ടോ, കടഭാരത്തിന്റെ മേൽ ദൈവം അത്ഭുതമാക്കി നിർത്താൻ പോവുക. സജിത എന്ന് പറയുന്നൊരു സഹോദരിയോട് കർത്താവ് പറയുക. ആമേൻ. എങ്ങനെയായിരിക്കും പത്രോസ് ലീഗ ഈ വെള്ളത്തിന്റെ മീതെ നിന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മുങ്ങിപ്പോകാൻ നിൽക്കുന്ന ഈ പ്രതലമുള്ള ഈ കർത്താവിന്റെ അത്ഭുതം. വിശ്വാസത്തില് പത്രോസ് പാറയാകുന്നു. എല്ലാരും മ്യൂട്ട് ചെയ്തു. പത്രോസ് ലീഗ ചവിട്ടിയാൽ താന്നു പോകുന്ന വെള്ളത്തിൽ പത്രോസ് ലീഗയെ നിർത്തിയത് ഒറ്റ വാക്കാണ്, വരിക. ശ്രദ്ധിച്ച്, പത്രോസ് ലീഗ ചോദിച്ചത് എന്താണ്? കർത്താവേ, നീ ആകുന്നുവെങ്കിൽ. നോക്കി, നിങ്ങൾ തൊട്ടുമുഴുത്ത വാക്യം നോക്കി. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിന്റെ മീതെ ഞാൻ നിൽക്കേണ്ടതിന്, നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, വരിക. ഇതാണ് പത്രോസിലെ മുക്കാത്ത ആ സ്ട്രോങ് ആയിട്ടുള്ള പ്രതല. ഇപ്പൊ മനസ്സിലായോ? വെള്ളം പറയും, എനിക്ക് നിന്നെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ നിന്നെ മുക്കും. ആരോടൊക്കെ കർത്താവ് പറയുക, നിങ്ങളുടെ വിഷയം നിൽക്കുക ഇങ്ങനെ നിങ്ങളെ പിടിച്ച് മുക്കാൻ. പക്ഷെ വരിക എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള പത്രോസ് ലീഹാനെ താങ്ങുന്നൊരു വാക്ക് അവിടെയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഭൂതമെന്ന് വിളിച്ചു പറഞ്ഞ ശിഷ്യന്മാര്, ഭൂതമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശിഷ്യന്മാര്, ഭൂതമല്ലെങ്കിൽ നീ യേശുവാണെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്റെ മീതെ നിൽക്കും. പത്രോസ് ലീഹ അറിയാം, എൻ്റെ കർത്താവ് എന്നെ മുക്കത്തില്ല, എൻ്റെ കർത്താവ് എന്നെ നിർത്തും. എൻ്റെ കൂടെ പറഞ്ഞ എൻ്റെ കർത്താവ് എന്നെ നിർത്തുമെന്ന് പറ. എന്റെ കർത്താവ് എന്നെ നിർത്തും. ആമേൻ. എൻ്റെ കർത്താവ് എന്നെ നിർത്തുന്ന കർത്താവാ. എൻ്റെ കർത്താവ് എന്നെ നിർത്തുന്ന ദൈവമാ. ഇവിടെ വചനം പറയുന്നു, വരിക എന്ന വാക്കേലാണ് പത്രോസ് ലീഹ നിൽക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, അടുത്തൊരു വാക്കാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന അടുത്തൊരു പദത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. വരിക. ഇപ്പൊ പത്രോസ് ലീഹ നിൽക്കുന്നത് എവിടെയാ? യേശുവിൻ്റെ വരിക എന്ന വാക്കേല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്റെ മീതെ നടന്നു. അതായത് മുക്കിക്കളയുന്ന വെള്ളം ഇപ്പൊ പത്രോസ് ലീഹായെ മുക്കാത്തതിന്റെ കാരണം പത്രോസ് ലീഹ ചവിട്ടി നിൽക്കുന്നത് വരിക എന്ന വാക്കില. വരിക എന്ന വാക്കെ ചവിട്ടി നടക്കുന്ന പത്രോസ് ലീഹ എല്ലാവരും നോക്കി നിൽക്കുക. മുങ്ങി താണു പോകേണ്ട സ്ഥാനത്ത് ധൈര്യത്തോടെ നിൽക്കുക. ഇനി ഞാൻ വേഗത്തിൽ തന്നെ ഈ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരാം, റോമാലേഖനത്തിലേക്ക് വരാം. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അക്കൗണ്ടഡ് എന്നുള്ളൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടഡ്, കണക്കിട്ടു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളത് പറഞ്ഞതാണ്. എനിക്ക് ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളിപ്പം ഈ അക്കൗണ്ടഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതും നമ്മുടെ അക്കൗണ്ട് എന്നുള്ളൊരു വാക്കായിരിക്കും അല്ലെ? ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട് അല്ലേ? നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ഇപ്പം നിക്ഷേപിക്കുന്ന ഈ പണം കൊണ്ട് നിക്ഷേപിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്നിരിക്കട്ടെ, ഈ 10 ലക്ഷം രൂപയ്ക്ക് വീടാകാൻ പറ്റുമോ? നിങ്ങൾ പറ. ഈ പൈസയ്ക്ക് വീടാകാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ആ 10 ലക്ഷം രൂപ ഒരു വീടാകണമെങ്കിൽ ഞാൻ എന്നാ ചെയ്യണം? അതുകൊണ്ട് വാങ്ങണം. അതായത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു ഭവനം മേടിക്കാനോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, എന്ത് മേടിക്കണമെങ്കിൽ പോലും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പണം ആവശ്യമാണ്. അതായത് ഈ ഒരു പ്രൂഫ് എനിക്കില്ലെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീട് പക്ഷെ അത് മേടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഓണർ പറയും നീ എടുത്തു, പക്ഷേ എനിക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വില കിട്ടണം. അതിൻ്റെ വിലയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ബാങ്കിൽ അവിടുത്തെ ചെന്നിട്ട് നിങ്ങൾ മാനേജറെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുക, ഓണറെ വിളിച്ചിട്ട് വെറുതെ എൻ്റെ ആളാ കേട്ടോ, ഇയാൾക്ക് വീട് കൊടുത്തോ എന്ന് പറഞ്ഞാൽ അയാൾ വീട് തരുമോ? ഇല്ല. അത് മേടിക്കാൻ തക്കതായിട്ടുള്ള പണം വേണം അല്ലേ? അത് വേണം. ഒരു സേവിങ് അവിടെ വേണം, നമ്മുടെ കയ്യിൽ സേവിങ് വേണം.
ഇവിടെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞപ്പം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച കാരണം കൊണ്ട്, അപ്പൊ അബ്രഹാം എങ്ങനെ ദൈവത്തെ വിശ്വസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന വാക്യമാണ് റോമാലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുകയും താൻ വിശ്വസിച്ച ദൈവം. അബ്രഹാം ദൈവത്തെ വെറുതെ വിശ്വസിക്കുകയല്ല, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം എന്നാ വിശ്വസിച്ചത്. ഒരു ദൈവം ഉണ്ട് എന്നല്ല വിശ്വസിച്ചത്, ആരാന്ന് അറിയണം എൻ്റെ ദൈവം. പ്രാർത്ഥിക്കുമ്പോൾ അറിയണം എൻ്റെ ദൈവം ആരാണ്. പലരും പ്രാർത്ഥിക്കലുണ്ട് പറയാം, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു. പലപ്പോഴും പ്രാർത്ഥിച്ച് ഞാൻ വല്ലാതെ അങ്ങോട്ടായി. നമുക്ക് പത്രോസ് ലീഹായിന് ഒരു ഇന്റർവ്യൂ എടുത്താൽ പത്രോസ് ലീഹായി ഈ കടലിൽ നിന്ന എക്സ്പീരിയൻസ് ഒന്ന് പറയാമെന്ന് അദ്ദേഹം ആദ്യം പറയും, ഞാൻ ഓർത്തു ഭൂതമായിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഭൂതത്തിന് ഞങ്ങളെ നിർത്താൻ പറ്റത്തില്ല, മുക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പിശാചിന് ഞങ്ങളെ നിർത്താൻ പറ്റത്തില്ല, പിശാചിന് ഞങ്ങളെ മുക്കാനേ പറ്റത്തുള്ളൂ. ഇനി യേശുവിന് ഞങ്ങളെ മുക്കാൻ പറ്റത്തില്ല, യേശുവിന് ഞങ്ങളെ നിർത്താനേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശുവിന് മുക്കാൻ പറ്റത്തില്ല, യേശുവിന് നിർത്താനേ പറ്റത്തുള്ളൂ എന്ന് പറ. യേശുവിനെ മുക്കാൻ പറ്റത്തില്ല, യേശുവിനെ നിർത്താനേ പറ്റത്തുള്ളൂ. ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, യേശുവിന് മുക്കാൻ പറ്റത്തില്ല എന്ന് പത്രോസിലേക്കാണ്. അപ്പൊ ഒരറിവുണ്ട്. ഇനി എപ്പോഴാണ് നമുക്കും പത്രോസ് ലീഹായിക്കും തമ്മിൽ ഒരു വ്യത്യാസം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരിക എന്ന വാക്കിൽ പത്രോസ് ലീഹ വെള്ളത്തിന്റെ മീതെ നടക്കാൻ തുടങ്ങി. കാറ്റടിക്കുന്നുണ്ട്, തിരമാല ഇളകുന്നുണ്ട്, വലിയ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. 30-ാം വാക്യത്തിൽ എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ കാറ്റ് കണ്ട് എന്ത് ചെയ്തു? കാറ്റ് കണ്ട് എന്ത് ചെയ്തു? പേടിച്ചപ്പോഴെന്നാ സംഭവിച്ചത്? കണ്ടോ? അപ്പൊ ഇത്രയും നേരം പൊങ്ങി നിന്നയാള് ഇപ്പം മുങ്ങാൻ എന്തായിരിക്കും കാരണമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോണം. ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും. ബ്രദറെ, ശരിക്കും മാറിയിരിക്കും. ബ്രദറെ, എൻ്റെ വിഷയത്തിൻ്റെ അകത്ത് അത്ഭുതം ഉണ്ടായിരിക്കുമോ? നിങ്ങളുടെ അക്കൗണ്ട് തപ്പാൻ പോവുക. നമ്മളിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് തപ്പാൻ പോവുക. അക്കൗണ്ടിൽ അതാ പറഞ്ഞത്, ഞാൻ ആ അക്കൗണ്ട് എന്നുള്ള വാക്ക് ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരുമോ കേട്ടോ. അബ്രഹാമിന് കണക്കിട്ടുന്നൊരു വാക്കാണെങ്കിലും അക്കൗണ്ട് എന്നുള്ള വാക്ക് വന്നുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഫിനാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ നാൾ നടന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ലോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് ആ ഒരു വാക്കായതുകൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണമാണ്. ഇവിടെ പത്രോസിനെ നിർത്തിയത്, കാറ്റും കോളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പത്രോസ് ലീഹായിനെ എക്സൈറ്റഡ് ആക്കി നടത്തിയത് വരിക എന്ന വചനമാണ്. ശ്രദ്ധിച്ചോണം. യേശു പത്രോസ് ലീഹായിനെ അടുത്ത് വന്ന് കയ്യെ പിടിച്ചു പൊക്കിയെടുത്തുകൊണ്ട് തോളയിട്ടുകൊണ്ട് പോയില്ല. പത്രോസ് ലീഹായുടെ അകലെയാണ് യേശു നിൽക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, വരിക. ആ ഒറ്റ വചനം, ഒറ്റ വാക്ക്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് വചനം. അതേ പിടിച്ച് പത്രോസ് ലീഹ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് കണ്ടു. എന്നാൽ അവൻ കാറ്റ് കണ്ടു എന്നാണ് പറഞ്ഞത്, കാറ്റ് വന്നില്ല, കാറ്റ് അവിടെ ഉണ്ട്. കാര്യം തുടക്കത്തിലേ പറയുന്നുണ്ട്, അവർ ഭയപ്പെടാനുള്ളൊരു അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം അല്ല അവിടെ, കാറ്റും കോളും എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ കുറച്ച് നേരത്തേക്ക് പത്രോസ് ലീഹ അതൊക്കെ മറന്നു. ഇതെല്ലാം മറന്ന് വരിക എന്ന വാക്കിൽ ഇങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാറ്റയിലോട്ട് ഒരു കാഴ്ച, കാറ്റ് കണ്ടു പേടിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, നമ്മുടെ മനസ്സിൽ ഭയം വരുമ്പോൾ ഓർത്തോണം, ഇത് ദൈവം കൊണ്ടുവരുന്നതല്ല. പെട്ടെന്നൊരു ഭയം, അയ്യോ ഇതൊന്നും ശരിയാകുമോ, എന്നാലും കർത്താവേ ഒരു ടെൻഷൻ, ഒരു ഭയം, ഒരു ഭാരം, ഇത് വരുമ്പോൾ ഉറപ്പിച്ചോണം എന്നെ മുക്കാനാ. ഇനി എങ്ങനെയാ ബ്രദറെ ഇത് വരുന്നത്? വളരെ മനോഹരമായിട്ട് തന്നെ വചനത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിത്തിന്റെ ഉപമ നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്, എന്താണ് വിത്ത് എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിന്നീട് അത് കേട്ടാൽ മതി പോയിട്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 19 പറയുന്നു, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളഞ്ഞു. ഇതത്രേ വഴികരികിൽ വിതയ്ക്കപ്പെട്ട വചനം. അപ്പൊ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുക്കും.
ഞാൻ ആദ്യമായിട്ട് ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് പിശാച് എങ്ങനെയാണ് വന്നിട്ട് എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ വിശ്വസിച്ച വചനം എങ്ങനെ എടുത്തുകൊണ്ട് പോകും എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവൻ എങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പിക്കും, ശ്രദ്ധ മാറ്റിവിടും. എന്താ ഇവിടെ മാറ്റിവിടുമെന്നറിയാവോ? യേശു എന്നെ മുക്കത്തില്ല, യേശുവാണെങ്കിൽ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞിറങ്ങിയ പത്രോസ്ലീഹക്കകത്ത് ഒരു പേടി, മുങ്ങുവോ? എങ്ങനെ അങ്ങനെ ഒരു പേടി വേണമെന്നറിയാവോ? അന്തരീക്ഷം കാണിച്ചു കൊടുത്തു. ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ മീൻപിടുത്തക്കാർക്ക് ആൾക്കാർക്ക് അറിയാം പടക് മുങ്ങും. നമുക്കറിയാം ഈ കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഗവൺമെന്റ് മീൻപിടുത്തക്കാർക്ക് ഒരു അനൗൺസ്മെന്റ് കൊടുക്കും, നിങ്ങൾ മീൻ പിടിക്കാൻ എന്ത് ചെയ്യരുത്, പോകരുത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊടുങ്കാറ്റൊക്കെ അടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരോട് എന്നെ ആദ്യം പറയുന്നത് മീൻ പിടിക്കാൻ പോകരുത്. എത്ര പേര് കേട്ടിട്ടുണ്ടോ? വാർത്തയൊക്കെ വായിക്കുന്നുണ്ടോ? ആമേൻ പറയണ്ട, നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ എത്ര പേര് ന്യൂസ് കണ്ടിട്ടുണ്ട് അല്ലേ? കാറ്റടിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് പറയും പോകരുത്, മീൻ പിടിക്കാൻ പോകരുത്. കണച്ചാൽ എന്താ പറ്റും? നമ്മൾ ലൈവായിട്ടൊരു ഇത് കണ്ടതല്ലേ, ഒരു വള്ളം തിരിഞ്ഞ് കരക്കടിക്കുന്ന സമയത്ത് ന്യൂസിലൊക്കെ കണ്ടതല്ലേ, പടകം ഇങ്ങനെ മറിയുന്നതും കൊടുങ്കാറ്റടിക്കുന്നതൊക്കെ ആ ഒരു സംഭവം കണ്ടതാണ്. കഴിഞ്ഞ എനിക്കൊന്ന് 5-6 മാസം, ഒരു വർഷം മുമ്പ് വേണ്ട. അപ്പം ഇവർക്കറിയാം കാറ്റടിച്ചാൽ മുങ്ങും, കാറ്റടിച്ചാൽ മുങ്ങും. എൻ്റെ കൂടെ പറ, കാറ്റടിച്ചാൽ മുങ്ങും എന്ന് പറ. മുങ്ങും. അത് മീൻപിടുത്തക്കാരായി ഇവർക്ക് നല്ലപോലെ അറിയാം. കാറ്റടിച്ചാൽ പിന്നെ കൺട്രോൾ പോകും. കാര്യം അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞത് പോലത്തെ മോട്ടറൊന്നുമല്ല, ഈ പായ്ക്കപ്പൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും, അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ വലിയ മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഓടുന്ന ബോട്ടൊക്കെ അന്നത്തെ പോലെ മോട്ടറോ എഞ്ചിനോ ഒന്നും ഇല്ല ബോട്ടിനൊന്നും. ഇവർക്കറിയാം കാറ്റ് പ്രതികൂലമായ പിന്നെ ഇച്ചിരി വിഷയം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ പൗലോസ്ലീഹ യാത്ര ചെയ്യുന്ന കപ്പലിലേക്ക്, മെലിത്ത ദ്വീപിലേക്ക് കിടക്കുന്ന കപ്പലിലേക്ക് പറഞ്ഞു, അവിടെ കാറ്റ് പ്രതികൂലമാകിയാൽ ഇത് പോകരുതെന്ന് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. അപ്പൊ കാറ്റ് പ്രതികൂലമായ യാത്രയും പ്രതികൂലമാണ്. അപ്പൊ കാറ്റ് കണ്ടു പേടിച്ചു. അപ്പൊ കാറ്റ് വന്നപ്പം മീൻപിടുത്ത് പിടിച്ച് പരിചയമുള്ള പത്രോസിലേക്ക് ഒറ്റൊന്നൊരു പേടി, കാറ്റടിച്ചാൽ കാര്യം പോക്കാം. ഈ ഭയം ഇദ്ദേഹത്തെ മുക്കി. എന്താ സംഭവിച്ചെന്നറിയാവോ? കാറ്റടിച്ചാൽ മുങ്ങുമെന്നുള്ള ഭയത്തെക്കാൾ ഉപരി അവിടെ ഉണ്ടായത് ഉള്ളിലൊരു വചനം കിടപ്പുണ്ട്, വരിക എന്ന് പറയുന്ന നിർത്തുന്ന വചനം. ഒരു കാര്യം ഉറപ്പിച്ചോണം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് ദൈവം വാക്കു മാറുമെന്നുള്ളതല്ല, വാക്കു മാറാത്ത ദൈവമെന്നാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശു വരിക എന്ന് പറഞ്ഞാൽ ഇനി കാറ്റടിച്ചാലും കടലെരമ്പിയാലും എന്നാ വിഷയം ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എന്നെ മുക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ നടത്തും. എന്നാൽ ഈ വിത്ത്, ഈ ഉറപ്പ് എൻ്റെ അകത്തുനിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അതിനവൻ എന്ത് ചെയ്യുന്നറിയാവോ? പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് പലരും പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ വിഷയങ്ങൾ കൂടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വിഷയം കൂടുന്നൊന്നും അല്ലത്, ഇതേപോലുള്ള കാറ്റിങ്ങനെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മൾ ഓർക്കും ഭയങ്കര വിഷയം, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, കാറ്റിനെ നോക്കണ്ട, കടലിനെ നോക്കണ്ട, യേശു അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വചനം അവിടെ തന്നെ ഉണ്ടോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് അക്കൗണ്ടഡ് ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. അബ്രഹാമിൽ നിക്ഷേപിക്കപ്പെട്ടു, അല്ലെങ്കിൽ കണക്കിട്ടു. അബ്രഹാമിന്റെ ഹൃദയം പൊളിച്ചു നോക്കിയാൽ, ശ്രദ്ധിച്ചോണം, അബ്രഹാമിന്റെ ഹൃദയം പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എന്താ കിടക്കുന്ന അറിയാവോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന താൻ വിശ്വസിച്ച ദൈവം ഈ അക്കൗണ്ടിൽ ഈ വാക്ക് കിടക്കുന്നിടത്തോളം കാലം, ദൈവത്തെപ്പറ്റി ഒരു അറിവ് കിടക്കുന്നിടത്തോളം കാലം അത്ഭുതത്തിന് വെളിപ്പെടാതിരിക്കുവാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ മുങ്ങത്തില്ലെന്ന് പത്രോസെ നീ എത്ര സമയം വിശ്വസിക്കുന്നു അത്രേ സമയം നീ മുങ്ങത്തില്ല. പക്ഷെ കർത്താവെ ഇത് കണ്ടെനിക്കൊരു ടെൻഷനാണ്, പേടിയാണ്. കർത്താവെ ഇനി അത്ഭുതം നടന്നില്ലേലോ, സംശയം അകത്ത് കയറ്റും. അപ്പോൾ ഒരു പേടി വരും, അപ്പോൾ പയ്യെ മുങ്ങാൻ തുടങ്ങും. സംശയം അകത്ത് വരുമ്പോൾ ഞാനതുകൊണ്ട് പലപ്പോഴും ഉറക്കെ വിളിച്ച് പറയണം, യേശു വാക്ക് മാറത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവം വാക്ക് മാറത്തില്ലെന്ന് പറ. എന്റെ ദൈവം വാക്ക് മാറത്തില്ല. എന്റെ ദൈവം വാക്ക് മാറത്തില്ല. ഞാൻ ചില സുഹൃത്തുക്കളുടെ കണക്ഷനുകളെ മുറിച്ചു കളഞ്ഞൊരു സമയമുണ്ട്. നമ്മൾ ഈ ഭയങ്കര വലിയ എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമ്മളത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വാണിംഗ് തരും. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരു വാണിംഗ് സൈൻ ഉണ്ട്, അപകട സൂചന, വാണിംഗ് സൈൻ ഇങ്ങനെ കാണിക്കും. വാണിംഗ് ഇങ്ങനൊരു വാക്ക് പറയും, ഇനി ഇതേ സമാധാനിപ്പിക്കുകയാണേ, അഥവാ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലേലും സാരമില്ല കേട്ടോ, നമ്മുടെ വിഷയം ദൈവമാണ്, നമ്മുടെ വിഷയം അത്ഭുതമല്ല, നമ്മുടെ വിഷയം ദൈവമാണ്. ഇതും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തേക്ക് വിശ്വാസമല്ല വരുന്നത്, മുങ്ങാ റെഡിയായിട്ടാണ്. ഞാനൊരു കാര്യം പറയാം,
ദൈവത്തെ പറ്റിയുള്ള അറിവാണ് നമ്മുടെ അകത്തോട്ട് കയറേണ്ടത്. യേശു ഇങ്ങനെ പത്രോസ്ലീഹയെ വിളിച്ചിട്ട് കർത്താവ് ഇങ്ങനെ നോക്കി നിൽക്കുക, പത്രോസെ നീ ഇന്ന് വീഴുന്ന ഞാൻ കാണട്ടെ. അങ്ങനെയാണ് നിന്നത്. നമ്മൾ ഇന്നലെ കേട്ട വാക്യമുണ്ട്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണെന്നറിയാമോ, നീ എന്നെ കണ്ട് ഇറങ്ങിയവനാണോ? നീ മുങ്ങാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നീ എന്ത് ചെയ്യരുത്? കാറ്റിനെ നോക്കാൻ പോകരുത്, കടലിനെ നോക്കാൻ പോകരുത്, അവർ പറയുന്നതോ ഇവർ പറയുന്നതോ നോക്കാൻ പോകരുത്. കർത്താവിലും വചനത്തിലും കൂട്ടായ്മയിലും ശക്തിപ്പെട്ടാൽ മതി. എന്നാലും ബ്രദറെ അവരൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നാലും എന്നോട് ബാങ്കുകാർ പറഞ്ഞു, എന്നാലും ബ്രദറെ എൻ്റെ വിഷയം ബ്രദറിനെ അറിയാൻ വലഞ്ഞിട്ട്, എന്നാലും ബ്രദറെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം കാറ്റുകളാ. ഇത് കണ്ടാൽ നമുക്ക് പേടി വരും. പക്ഷെ പേടി വരാത്തൊരു കാര്യം എന്നറിയാവോ? യേശുവിനെ നോക്കുക. കർത്താവിൻ്റെ വചനം ഉള്ളിൽ നിക്ഷേപിക്കണം, അതിൽ വേണം നടക്കാൻ. ആമേൻ. കടല് പറയും ഞാൻ നിന്നെ മുക്കും പത്രോസ്. നീ എപ്പോഴാണോ പടക് വിട്ട് താഴേക്ക് ഇറങ്ങിയ പത്രോസിനും അറിയാം എന്നെ ഈ കടൽ മുക്കും. പക്ഷെ വരിക എന്നൊരു പ്രതലം അവിടെ ഉണ്ടെങ്കിൽ കടലെ നിനക്ക് മുക്കാൻ പറ്റത്തില്ല. അകത്ത് വചനമുണ്ടോ? ഉയർത്തിപ്പിടിക്ക്. കർത്താവേ അങ്ങ് വാക്ക് മാറത്തില്ല. ഈ വചനമാണ് എൻ്റെ ധൈര്യം. ഈ വചനം നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പണ്ടൊരു സഹോദരന് എന്നോട് പറഞ്ഞു, ബ്രദറെ അവിടെ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം വലിയൊരു ഇളക്കം അവിടെ ഉണ്ടായി, വലിയൊരു പ്രശ്നമുണ്ടായി. ഞാൻ പറഞ്ഞു നിർത്തരുതെന്ന് പറഞ്ഞു. അടിയോടെ വേരോടെ ആ വിഷയം പോകാൻ പോവുക. അയ്യോ ബ്രദർ ഇത് ഭയങ്കര വിഷയം വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, വചനം പറഞ്ഞ് തൊടത്തില്ല, അത് അടിയോടെ വേരോടെ ഇളകിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം എന്നറിയാവോ, അന്തരീക്ഷം അങ്ങനെയാണ്, അതേ നോക്കരുത്. യേശു കൈ നീട്ടി 31-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ഉടനെ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനാ സംശയിച്ചത്? മനസ്സിലായോ? ഞാൻ നിന്നെ മുക്കുവോ? എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ നിന്നെ മുക്കുവോ? ഇത് നമ്മുടെ അകത്തോട്ട് കയറണം. കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന് പറ. നിങ്ങൾക്കിപ്പോ യൂട്യൂബ് തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ ഇഷ്ടംപോലെ വചനം കിട്ടും, ഇഷ്ടംപോലെ വചനം കിട്ടും, ഇഷ്ടംപോലെ പ്രാർത്ഥന കൂട്ടായ്മകൾ നിങ്ങളുടെ ചുറ്റുവട്ടമുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോയ സമയത്ത് ഇപ്പോഴൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങി നോക്കിയ സമയത്ത് 4 ചുറ്റിനും ചർച്ചുകളാണ്, പ്രാർത്ഥനാ കൂട്ടായ്മകളാണ്. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ. പക്ഷെ ശ്രദ്ധിച്ചോണം, ദൈവത്തെ പറ്റിയുള്ള തെറ്റായ അറിവ് നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങൾ മുങ്ങിയിരിക്കും. ഇവിടെ പത്രോസിനോട് യേശു വയ്ക്കുക, അല്പവിശ്വാസി. ഈ വിശ്വാസി എന്നല്ല വിളിച്ചത്, അല്പവിശ്വാസി നീ എന്തിനാ സംശയിച്ചത്? എടാ നിന്നെ ഇറക്കാൻ എനിക്കറിയാമെങ്കിൽ നിന്നെ നിർത്താനും എനിക്കറിയാം. ഇപ്പം മനസ്സിലായോ? നിന്നെ വെള്ളത്തിൻ്റെ മീതെ നിർത്താൻ അറിയാമെങ്കിൽ നിന്നെ നടത്താനും എനിക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിനെ വിശ്വസിച്ചിറങ്ങിയവരാണോ? കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ ഉയർത്താൻ ദൈവത്തിനറിയാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരോടൊക്കെയോ കർത്താവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക. യേശുവിനെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തകർന്നു പോകത്തില്ല കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇറങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ പോവുക. യേശുവിലാണോ നിങ്ങളുടെ വിശ്വാസം? ഇന്നലെ ഞാനത് പറഞ്ഞുകൊണ്ട് എടുത്ത് പറയുന്നില്ല. യേശുവിൻ്റെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് പോവുക. ആമേൻ. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു മൽപ്പിടുത്തം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന എൻ്റെ പലപ്പോഴും നിങ്ങൾ പറയുമ്പോഴത്തേക്കും ബ്രദർ ഭയങ്കര ആള്, എൻ്റെ ശ്രദ്ധ മാറാറുണ്ട്. പക്ഷെ ശ്രദ്ധ മാറുമ്പോൾ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ്, അതാണ് വചനമകത്ത് വേണം. വചനം പറഞ്ഞ് ശീലിക്കണം. വരിക എന്ന വാക്കാണ് പത്രോസ്ലീഹാനെ നിർത്തിയതെന്ന് മറക്കരുത്. പത്രോസ്ലീഹ ഓർത്ത്, എൻ്റെ ദൈവമേ കാറ്റടിച്ചാൽ, മീൻപിടുത്തത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പുള്ളി പറഞ്ഞു കാറ്റടിച്ചാൽ പടക് മാറിയും. ഉറപ്പാ, ഭയങ്കര ഉറപ്പാ. പക്ഷെ പത്രോസെ ശ്രദ്ധിക്കണം, നിന്റെ പടകല്ല നീ നിർത്തിയേക്കുന്നത്, വരിക എന്ന വാക്കാ. നീ ഇപ്പൊ പടകിലല്ല, വചനത്തിലാ നിൽക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞിട്ട് വചനത്തിലാ ഞാൻ നിൽക്കുന്നത് പറ. ആമേൻ. ഇത് ഉറപ്പ് വേണം. ഞാൻ നിൽക്കുന്നത് വെള്ളത്തിലല്ല, ഞാൻ നിൽക്കുന്നത് വചനത്തിലാ. വെള്ളത്തിലാണെ മുങ്ങും. ശ്രദ്ധിച്ച്, വെള്ളത്തിലാണ് ഉറപ്പാ. 100% വെള്ളത്തിന്. ഇനിയിപ്പോ പത്രോസിലേക്ക് 100 കിലോ ഉണ്ടെന്നിരിക്കട്ടെ, വേണ്ട 60 കിലോ ഇരുന്നോട്ടെ. 60 കിലോ ഉള്ള പത്രോസിലേക്കാനെ പോട്ടെ. ഇന്നുണ്ടായ കൊച്ചിനെ നമുക്ക് വെള്ളത്തിൽ പൊക്കി കിടത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഇന്നുണ്ടായ കുഞ്ഞിനെ വെള്ളത്തിൽ പൊക്കി കിടത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ 70 കിലോയുള്ള പത്രോസ്ലീഹാനെ വെള്ളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ പത്രോസ്ലീഹ നിന്നു? വചനത്തിലാണ് നിർത്തിയിരിക്കുന്നത്.
എൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിക്ഷേപിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ ദൈവം എനിക്ക് വചനം നിക്ഷേപിച്ചിരിക്കുന്നത്, അത് എടുത്ത് കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. എങ്ങനെ എടുത്തുള്ളതെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവൻ പറ്റിക്കും നിങ്ങളെ, അന്തരീക്ഷം കാണിക്കും, ഒന്നും മാറാൻ പോകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. 2 ദിവസം പ്രാർത്ഥിച്ച് ബ്രദറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, ബ്രദറിനെ വിളിച്ച് കിട്ടിയില്ല, പുള്ളി ഫോണൊന്നും എടുക്കുന്നില്ല, എന്നാൽ വേണ്ട ഞാൻ നിർത്തി പരിപാടി. ആർക്ക് പോയി? ബ്രദർ ഫോൺ എടുത്താലും വിളിച്ചില്ലേലും ഇനി പ്രവചന ആലോചന പറഞ്ഞില്ലേലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും എൻ്റെ അകത്തൊരു വചനമുണ്ട്, അതിൽ ഞാൻ ബലപ്പെടും, കൂട്ടായ്മ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ആര് വന്നാലും വന്നില്ലേലും ഇവിടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്ന് സ്പർശിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് സ്പർശിക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച്, ദൈവാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ കൂടെ ഇന്ന് ഈ വചനം നിങ്ങൾ മറക്കരുത്. ഇതിന് ശേഷം നിങ്ങൾ തന്നെ പിന്നെയും ഈ വചനം കേൾക്കണം. കർത്താവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, ദൈവാത്മാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് കർത്താവ് തൊടുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞാനൊരു ഭവനം എന്നെ കാണുന്നത്, ആ ഭവനത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ പേരാണ് യോഹന്നാൻ എന്നുള്ള പിതാവ് അവിടെ ഉണ്ടായിരുന്നു. പുത്തൻ പുരയ്ക്കൽ എന്നൊരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുത്തൻ പുരയ്ക്കൽ എന്നൊരു വീട്ടുപേര. യോഹന്നാൻ എന്ന് പറയുന്നൊരു വ്യക്തി ആ കുടുംബത്തിലുണ്ടായിരുന്നു. പുത്തൻ പുരയ്ക്കൽ എന്ന വീട്ടുപേര്. ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തെ ദൈവം അയക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിശാലത ദൈവം അവിടെ ഉളവാക്കുക. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന, ഓ യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാ വലിയൊരു ഓവർഫ്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന് സ്പർശിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണ്. ഇതിന് ശേഷം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. ആ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വാട്സാപ്പിലേക്കാണ് അയക്കേണ്ടത്. ഈ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഒരുമിച്ച് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സ്പെഷ്യൽ പ്രയറാണിത്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. ലിൻസി എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ പ്രയർ കൂടുന്നത്? ലിൻസി, LI, ലിൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആരാ? ലിൻസി. ഓ യേശുവേ, ദൈവം ലിൻസിനെ സ്പർശിക്കും. ആരാത്? ബിന്ദു, എന്റെ ഫ്രണ്ട് ലിൻസി. എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലിൻസിനെ പറയണം, ലിൻസിനെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാം. എങ്ങനെയാണ് ആ മകളെ പറ്റി കർത്താവ് എന്നെ കാണിക്കുന്നത്? മകളോട് പറയണം, കർത്താവ് നിന്റെ സ്ഥിതികളെ മാറ്റും. ഞാൻ കാണുന്നൊരു കാഴ്ച, വലിയൊരു നിരാശയിലോട്ട് കടന്നു പോവുക. ദൈവനോട് പറയുന്നു, ലിൻസിയെ ദൈവം തൊടാൻ പോവാം. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ദിവസങ്ങളിൽ വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോവുക, വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോവുക. പറഞ്ഞു വല്ലതും കേട്ടായിരുന്നോ? യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. പറയണ്ട സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ ലിൻസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻസിയോട് പറയണം, കർത്താവ് ഈ ദിവസങ്ങളിൽ നിരാശയിലൂടെ കടന്നു പോവുക, ആ നിരാശയെ കർത്താവ് എടുത്ത് മാറ്റും. ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഉണ്ടാകും. ആരാധന യേശുവേ, ആരാധന യേശുവേ. ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന യേശുവേ. എല്ലാ ചെങ്ങലകളും പൊട്ടട്ടെ. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ വലിയൊരു വിശാലത ഉണ്ടാകട്ടെ, ദുഃഖം മാറട്ടെ, സന്തോഷം വെളിപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി ഒന്നുണ്ടാകുക. ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട്, പക്ഷേ എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 2 പേരുകൾ ഒരുമിച്ചുള്ളൊരു ഭവനമാണ്. ഒന്ന് ബിന്ദുവും സിന്ധുവും ഉള്ളൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയെ പങ്കുചേർന്ന് എനിക്കറിയാം, ഇപ്പം സഹോദരിയുണ്ട്, പക്ഷെ അതല്ല, ബിന്ദുവും സിന്ധുവും ഉള്ള ഭവനം. അങ്ങനെ 2 പേരുള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തെ കർത്താവിന് തൊടാൻ. ആരാത്? അത് ഞാൻ പറഞ്ഞിരുന്നില്ല, പന്തളത്ത് എൻ്റെ ഒരു കസിൻ ഉണ്ടെന്നോ. അല്ല സിസ്റ്റർ, ബിന്ദുവും സിന്ധുവും ഒരേ കുടുംബത്തിലുള്ളതാണ്.
ബിന്ദു ആ വീട്ടിലുണ്ട്, ഉണ്ട് ചേട്ടത്തി അനിയത്തിയ. ഓ, യേശുവിന്റെ നാമത്തിൽ ചേട്ടത്തെ അനിയത്തിയ. ഈ ബിന്ദു അല്ലാതെ, ഇപ്പൊ സിസ്റ്റർ അല്ലാതെ ബിന്ദു സിന്ധു ഉണ്ട്. അല്ല, ഞാനല്ലാതെ എന്റെ മദർലോയുടെ അനിയത്തിയുടെ കൊച്ചുമക്കളാണ് അത്. ബിന്ദു ബിന്ദു, സിന്ധു. സിന്ധു, ഇന്ദു, 3 മക്കളാ അവര്. ഇത് രണ്ടുപേരെ ഞാൻ കാണുന്നത്, ബിന്ദു സിന്ധു ഞാൻ കാണുന്നത്. ഓ, യേശുവിന്റെ നാമത്തിൽ. എന്റെ ഫ്രണ്ട് ഉണ്ട്, അവരെ ബിന്ദുവും സിന്ധുവാ. ഒരുമിച്ച് ഞാൻ പറഞ്ഞത്, ഈ പ്രയറിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, പ്രയറിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഒത്തിരി. പേര് ബിന്ദു എന്നാ. ബിന്ദു ഞാൻ ശ്രദ്ധിച്ചോണം, ഒരു കുടുംബത്തിൽ തന്നെ ബിന്ദുവും സിന്ധുവും ഉണ്ട്, സ്റ്റേ ചെയ്യുക. രണ്ടുപേരും അവിടെ ഉണ്ട്, കെട്ടിച്ചു വിട്ടേക്കൊന്നുമല്ല, രണ്ടുപേരും ഉള്ളതാണ് ചോദിക്കുന്നത്. ബിന്ദുവും സിന്ധുവും ഭവനത്തിന്റെ അകത്തുണ്ട്. ഒരടയാളം ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞു, അവര് താമസിക്കുന്ന വീടിന്റെ മുമ്പിലായിട്ട് ഒരു തോട്ടം പോലെയുണ്ട്, ഒരു തോട്ടം പോലെ ഞാൻ കാണുന്നുണ്ട്. ബിന്ദുവും സിന്ധുവും ഒരു തോട്ടം പോലെയുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്, ഒരു ഹൈറ്റുള്ള പ്രദേശമാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നുണ്ടാകുക. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ കർത്താവോട് പറയുന്നു, ആ കുടുംബത്തിന് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ഏറ്റെടുത്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. കർത്താവിൻ്റെ വിശാലമായ പ്രവൃത്തികളോടെ ഉണ്ടാകട്ടെ. ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഞങ്ങളെല്ലേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന് അതിരോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവെ, ഞങ്ങൾ മുങ്ങത്തില്ല. യേശു പറയുന്നു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ രോഗത്തോട് പറ. ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ ഏത് രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഇനി ആ ആന്തരിക അവയവങ്ങളുടെ കുഴപ്പമായിക്കോട്ടെ, ബ്ലഡിലെ ഷുഗറോ പ്രഷറോ ഏതുമായിക്കോട്ടെ, കാഴ്ച കുറയുന്ന രോഗം എന്തുമായിക്കോട്ടെ, ഈ നിമിഷമാണ്, ഇപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. യേശുവിൻ്റെ നാമത്തിൽ യേശു എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സൗഖ്യമായില്ല എന്നുള്ള പരിപാടി നമുക്കില്ല. യേശുവിൻ്റെ മുറിവ് സത്യമാണ്. ആ മുറിവ് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ സൗഖ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ദീർഘായുസിനും വേണ്ടി ആയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു. യേശുവെ, അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു 4.5 സെൻറ്റ് സ്ഥലമുള്ള ഒരു വീടാണ് കാണുന്നത്. 4.5 സെൻറ്റുള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിൻ്റെ മേൽ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടും. അത് പണി തീരാതിരിക്കുന്ന ഒരവസ്ഥയെ ഞാൻ കാണുന്നത്. എത്ര ശ്രമിച്ചിട്ടും അത് കംപ്ലീറ്റ് ആകുന്നില്ല. എത്ര കൊണ്ടുവന്നാലും ആ കുടുംബത്തിൻ്റെ അകത്ത് തികയുന്നില്ല. എപ്പോഴും നഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു ഭവനം. ഓ യേശുവേ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ മുൻവശം പണി തീർത്തിരിക്കുന്നു, എന്നാൽ പുറകുവശത്തേക്ക് ഞാൻ കാണുന്നത് കംപ്ലീറ്റ് ആകാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഓ യേശുവേ, നന്ദി കർത്താവേ. ഞാൻ കാണുന്നൊരു കാഴ്ച, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവേ ഇന്നെല്ലാ നിരാശകളും ഇറങ്ങിപ്പോട്ടെ. ആ ദാരിദ്ര്യത്തെ ഞങ്ങൾ ഇറക്കി വിടുന്നപ്പ. എത്ര കൊണ്ടുവന്നാലും തികയാത്ത നഷ്ടങ്ങളുടെ കഥ പറയുന്നതിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, അത്ഭുതം ഉണ്ടാകട്ടെ. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളൊരു കൂട്ടായ്മയിലേക്ക് വരുമ്പം എനിക്കൊരു ഒത്തിരി ആൾക്കാർ മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾ മിസ്സായതല്ല, നിങ്ങൾ പ്രയറിലേക്ക് കണക്ട് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥനയിൽ കണക്ട് ചെയ്യുക. ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ദൈവം, ഞാൻ പറഞ്ഞില്ല, ഇത് കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവാണ് ഇത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവ് എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം. കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടതോ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറയരുത്. നമ്മളത് വാട്സാപ്പിലേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ലൈവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം പിന്നെയും ആൾക്കാർ പറയുന്നുണ്ട്, ബ്രദറെ എനിക്കൊരു വിഷയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വാട്സാപ്പിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. പറഞ്ഞു കേക്കാമോ ബ്രദറെ? പറഞ്ഞു ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു. കേക്കാമോ? പറഞ്ഞു സിസ്റ്റർ. കേക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു മാത്യു എന്ന് പറയുന്ന ആളുടെ വീടിനോട് ചേർന്ന് ഒരു ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്ന ഒരു സൈൻ, അങ്ങനെയാ പാസ്റ്റർ ബ്രദർ പറഞ്ഞത്. അവിടെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്. അവിടെ ആ വീട്ടിലെ ആന്റി
ഒത്തിരി ദുഃഖത്തോടെ പുറത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ സന്തോഷം, ആ വീട്ടിലേക്കൊരു വലിയ അനുഗ്രഹം വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരിയുടെ വീട് അങ്ങനെയാണ്. കാരണം അവരുടെ വീട് ഒരു ഹസ്ബൻഡും വൈഫും മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം അവരുടെ ചാവടി അവരുടെ വീട്ടിൽ പണിതുകൊണ്ടിരുന്ന ഒരു മനുഷ്യർക്ക് വാടകയ്ക്ക് കൊടുത്തു. അവര് വീടിനോട് ചേർന്നുള്ള ചാവടി അവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അപ്പൊ ആ ഓട്ടോ അവിടെ കിടപ്പുണ്ട്. അവർക്ക് കുറച്ചേറെ സാമ്പത്തിക പ്രശ്നം. മാത്യു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എത്ര പേര് ഈ അടയാളം ഓർത്തായിരുന്നു? എത്ര പേര് ആലോചന കേട്ടായിരുന്നു? ഞാൻ കേട്ടു ബ്രദറെ. പറഞ്ഞു ബ്രദർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മാത്യു എന്ന് പറയുന്ന ആളെ കാണിക്കുന്നു. മാത്യുവിന്റെ വീടിനോട് ചേർന്ന് ഒരു ഓട്ടോറിക്ഷ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ വീടിനോട് ചേർന്ന് ആ വീടിനോടുള്ള ചാവടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അത് അവിടെ കിടപ്പുണ്ട്. എന്നോട് ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. എന്നോട് ഈ കാര്യം വല്ല പറഞ്ഞായിരുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എന്നോട് അത് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പ്രയറിലുള്ള? ഇല്ല, ഞങ്ങൾ അറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഓരോരുത്തരോടും പറഞ്ഞിട്ടില്ല. ആമേൻ. ഒരുമിച്ച് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. ഒരു സാധ്യതയില്ല. ആമേൻ. ഞാൻ എന്തിനെടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ അതുകൊണ്ടാണ് പലരോടും പറഞ്ഞത് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. ഇത് പ്രത്യേകിച്ച് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റർ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിലെ വിഷയമാണ്. എന്നാലോചിച്ച് നോക്കി, വേറെ ആരോടും ഷെയർ ചെയ്യാത്ത ഒരു പേഴ്സണൽ വിഷയമാണ്. പക്ഷെ ഇന്നലത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ വാക്ക് ഞാൻ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്ന മാത്യു, പക്ഷെ ചുമ്മാ മാത്യു എന്ന് പറയല്ല, ഒരു മാത്യു ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ മാത്യുവിന്റെ വീടിനോട് ചേർന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വീട് ചേർന്നിരിക്കുന്നു. എത്ര പേരുടെ കേട്ടായിരുന്നു ആ വാക്ക് ചേർന്നിരിക്കുന്നു? ചാവടി എന്ന് പറഞ്ഞ വീടിന്റെ ചാവടി എന്ന് പറഞ്ഞ ചേർന്നിരിക്കുന്നു. വീടിനോട് ചേർന്ന് തന്നെ. അതെ എനിക്ക് അത് തന്നെ. ഇന്നലെ ഞാനത് പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാൻ എനിക്ക് ചാവടി എന്ന് മനസ്സിലായില്ല, ചേർന്നിരിക്കുന്നുള്ളതാണ് എന്റെ ഉള്ളിൽ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ കുടുംബത്തിലോട്ട് പറയണം. ആ കുടുംബത്തിൽ അതായത് പഴയ കാലത്തെ വീടുകളിൽ അങ്ങനെ ചേർന്ന്. അതെ അതെ. ചിലപ്പോ ഞങ്ങളുടെ നാട്ടിലോട്ട് ഈ ചാവടി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. കാരണവന്മാർ ഈ പ്രത്യേകം ഇരിക്കുന്നതാണ്. ഓക്കെ സാരമില്ല, എന്തോ ആയിക്കോട്ടെ. പഴയ തറവാടുകൾക്ക് ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എങ്കിലും കർത്താവ് തന്നെ വീടിനോട് ചേർന്നിരിക്കുന്നു. അതെ എങ്കിലും കർത്താവിന്റെ കൃപയാൽ ദൈവാത്മാവ് അതെല്ലാം കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടയാളങ്ങൾ ചുമ്മാ ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുമല്ല, അതിനോട് ബന്ധപ്പെട്ടുള്ള അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ കുടുംബത്തിൽ ഇപ്പോൾ പറഞ്ഞോണം, അവരെ ദൈവം കണ്ടു. അതിന്റെ അർത്ഥം മാത്രമല്ല, സിസ്റ്ററുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ പറയണം, നേരത്തെ പോയിട്ട് പറയണം, ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവാന്ന് പറയണം. എന്നാലും അവർക്ക് മനസ്സിലാകത്തില്ല. അല്ല അവരവർക്കെന്നറിയാവോ, അത് വേറെ എന്തെങ്കിലും സംഭവിച്ചു. ഞാൻ കർത്താവ് നമുക്ക് ഉറപ്പിച്ച് ദൈവം തന്നു. അവിടെ പറയണം, യേശു ക്രിസ്തു നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവാണ്. അതിന്റെ വലിയൊരു ആലോചനയുണ്ട്, പ്രാർത്ഥിച്ചോണം. ഏത് സമയത്തും അത് സംഭവിക്കാൻ കർത്താവ് പറഞ്ഞ കുടുംബത്തിനെ അഴിച്ചു പണിയുന്ന രീതിയിൽ കർത്താവ് ചില പ്രവൃത്തിയോട് അവർ തന്നെ അതിശയിക്കും. എൻ്റെ ദൈവം എങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥിതി മാറിയത്? അപ്പൊ പറയണം, ഇത് കർത്താവ് എന്ന് അവര് പറയണമെങ്കിൽ നമ്മൾ മുന്നേ പോയി പറയണം കേട്ടോ. ധൈര്യത്തോടെ ഇരുന്നു. കർത്താവ് അവരുടെ സ്ഥിതികളെ മാറ്റാൻ വേണ്ടി പോവാണ്. ദൈവം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ശ്രേയ ഇന്ന് ജോയിൻ ചെയ്തു. അപ്പം ഇന്ന് അവള് രാവിലെ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 9:45 അവിടെ ചെല്ലേണ്ടത്. അപ്പൊ വഴിയില് ഫസ്റ്റ് ഇന്ന് ഹസ്ബൻഡ് അവളുടെ അച്ഛനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ഇന്ന് രാവിലെ പോകേണ്ട ആള് കുറച്ച് ലേറ്റ് ആയിട്ട് പോയത് അവൾക്ക് വേണ്ടിയിട്ട്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെല്ലുമ്പോ ഫസ്റ്റ് ഒരു ബസ്സിൽ കയറി. ആ ബസ്സിന് ചെറിയ എന്തോ കംപ്ലൈന്റ് വന്നിട്ട് അതിൽ നിന്ന് ആൾക്കാരെ ഇറക്കി. പിന്നെ രണ്ടാമതൊരു ബസ്സിൽ കയറി. പെട്ടെന്ന് അതിന്റെ ഓട്ടോമാറ്റിക് ഡോറല്ലേ, അത് അടയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ബസ് പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ബസ് വന്ന് കയറി. അവരങ്ങനെയൊക്കെ ഒത്തിരി ട്രാഫിക്കിലൊക്കെ പെട്ട് 9:45 അവിടെ എത്തണം. ഏകദേശം 40 മിനിറ്റ്സോളം അവിടേക്ക് ഉണ്ട്. പക്ഷെ ഇവിടുന്ന് തന്നെ അവര് 9:20 ഒക്കെ ആയി പോയപ്പോ. അപ്പൊ അവൾ എന്നോട് പറയായിരുന്നു, ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, അമ്മ ബസ്സിലാണ് ലേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ, അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ വചനം പറഞ്ഞ് ഞാൻ
പ്രാർത്ഥിക്കുന്നുണ്ട്. ഏശയ്യ 45:2-3 പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നമില്ല അമ്മേ, എനിക്ക് എന്തായാലും എനിക്ക് മുന്നേ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവൾ അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ചെന്നപ്പോ കറക്റ്റ് 9:50 ആയപ്പോ അവരവിടെ ചെന്നെന്ന്. റോഡിലൊക്കെ ഒത്തിരി ട്രാഫിക്കാ. എന്ത് സംഭവിച്ചാലും 1 മണിക്കൂർ എടുക്കേണ്ട സ്ഥലത്ത് അവര് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് വേറൊരു ഷോർട്ട് കട്ടിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട്, ഹസ്ബൻഡ് ആ വഴിയൊക്കെ അറിയായിരുന്നു. അപ്പൊ ശരിക്കും ദൈവമാണ് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ട 6 മണിക്ക് മുന്നേ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളോട് പോവാൻ വിടാതെ അവളുടെ കൂടെ ചെല്ലാൻ പറഞ്ഞത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും. കാരണം അവൾക്ക് ആ ഷോർട്ട് കട്ട് ഒന്നും അറിയില്ല, അവൾക്ക് ഡയറക്റ്റ് പോകാൻ മാത്രമേ അറിയൂ. പക്ഷെ ഹസ്ബൻഡിന് ആ ഏരിയയിലൊക്കെ പോകുന്ന കാരണം ആ റൂട്ട് അറിയാം. അപ്പൊ ഷോർട്ട് കട്ട് ആയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് പോവാൻ പറ്റിയ ഒരു സ്ഥലത്തൂടെ പോയിട്ട് അവര് കറക്റ്റ് ആ ടൈമിൽ അവിടെ എത്തി. അപ്പൊ അവിടുന്ന് അവര് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു എല്ലാ ദിവസവും 9:45 ഷാർപ്പ് ഇവിടെ പഞ്ച് ചെയ്യണം. അവരെ ഇതാണ് പഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗറോ സൈനൊന്നും അല്ല, ഐസിന്റെ ഇതാണ് അവര് എടുക്കുന്നത് അവിടെ. അപ്പൊ അതവിടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിലേക്കുള്ള എൻട്രൻസ് തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ വെച്ചു. അപ്പൊ അവൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ്ങില് അപ്പൊ അവര് സംസാരിച്ച് കുറച്ച് ആൾക്കാരോടൊക്കെ അവള് കോൾ സെന്റർ പോലെയാണ് അത് സംഭവം. അപ്പം കോളിൽ സംസാരിച്ചു. അപ്പൊ അവളോട് പറഞ്ഞെന്ന്, നീ സംസാരിക്കുന്നത് കേട്ടാൽ എക്സ്പീരിയൻസ് ഇല്ല പോലെയാണെന്ന്. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറയാം, അവരങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറയായിരുന്നു അമ്മേ, ഉള്ളില് അവരോട് പറഞ്ഞില്ല, അവര് മുസ്ലിംസ് അല്ലേ, അവരോട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്റെ ഉള്ളില് ഞാൻ പറയായിരുന്നു, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് എന്റെ ദൈവമാണെന്ന് ഞാൻ അപ്പൊ തന്നെ മനസ്സിൽ പറഞ്ഞ അമ്മേ. ഞാൻ ഇടക്കിടക്കേ മൊബൈൽ എടുത്തിട്ട് തുറന്നിട്ട് ആ പ്രാർത്ഥന നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നോട്. അവൾ ഒത്തിരി ഹാപ്പി ആയിന്ന്. അപ്പോ ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും ബ്രദറിനും എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ അത് കൂടാതെ വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വചനം കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ അത്ര ഒരു ഇതായിട്ട് വചനം എല്ലാവരും അപ്പൊ കാണുന്ന വചനങ്ങൾ എടുത്ത് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നത് എടുത്തല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് ബൈബിള് വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇത് ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിക്കും പഠിക്കായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ 2 ദിവസം മുന്നേ ഞാൻ മോളോട് പറയായിരുന്നു, നമുക്ക് ഇപ്പൊ ഒരു ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നമുക്ക് ആ ബ്രദറിനോട് വോയിസ് മെസ്സേജ് ഇട്ടാലോ, നമ്മളെ വചനം പഠിപ്പിക്കുമോന്ന് ചോദിച്ചിട്ട്, അങ്ങനെ ഉണ്ടോ, ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നുണ്ടോ, അതിൽ ഞങ്ങൾക്കും കൂടെ ആ ലിങ്കിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടാലോ എന്ന് ഞാനിങ്ങനെ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം അമ്മേ, കാരണം നമുക്കിതൊന്നും വായിച്ചിട്ട് അങ്ങനെ ബ്രദർ പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഇത് അച്ഛന്മാര് പറയുന്നതൊക്കെ കേട്ടാൽ ഇങ്ങനെ കേൾക്കുന്നെന്നല്ലാതെ അത്ര ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അതിങ്ങനെ ജസ്റ്റ് അവളോട് പറഞ്ഞു. പക്ഷെ അതേ കാര്യമാണ് ഇന്നിപ്പോ ബ്രദർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ നമുക്ക് ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ടെന്ന് ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. അതേപോലെ വേറെ ഒരു ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിളിച്ച് എന്റെ വിഷമങ്ങളുള്ള നല്ല വിഷമമുള്ള സമയത്ത് നമുക്ക് ആരെ വിളിച്ചാലാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ആവുക എന്നുള്ള കുറെ ഒരു വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ആരെയൊക്കെയോ വിളിക്കോ വാട്സപ്പ് മെസ്സേജ് അയക്കോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ 1-2 പേരോട് സംസാരിച്ചപ്പം അവരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ടൈം ആവുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ദൈവം വരും, അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മീൻസ് അത് ചിലപ്പം കുറച്ച് കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ കുറെ കഴിഞ്ഞായിരിക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ടെൻഷൻ ആയിരിക്കുന്ന നമ്മുടെ ഉള്ളില് ഭയങ്കര ടെൻഷൻ കൂടുക ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി എന്താ ചിന്തിക്കുക, എന്റെ സമയം അപ്പൊ ആയിട്ടില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ കഷ്ടപ്പാട് അനുഭവിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് ഒരു പിശാചിന്റെ ഒരു ഇത് പറയുന്നത് പോലെ തോന്നില്ലേ. പക്ഷെ ഇപ്പൊ ബ്രദർ സംസാരിക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് ഇപ്പൊ ഉണ്ട്. അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നടക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയെങ്കിലും ഞാനൊക്കെ ഇത്രയും പഠിച്ചു വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആ കേട്ട പോലെ നിങ്ങളുടെ പ്രശ്നം, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഇതിൽ കേട്ട അനുഭവം വെച്ച് നമ്മൾ ചിന്തിച്ചു, 25 വർഷം കഴിഞ്ഞിട്ടല്ലേ അബ്രഹാം പിതാവിനും സാറാമ്മയ്ക്കും കുട്ടികൾ ഉണ്ടായത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ തീരാൻ നമ്മൾ ഇനി ഇത്രയും വർഷം കാത്തിരിക്കണോ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. നമുക്ക് ഒന്നും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും.
അപ്പം പക്ഷെ ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ, ഇപ്പൊ ഇന്ന് ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ സങ്കടം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഈ ഒരു മീറ്റിംഗ് സൂം മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ആ സങ്കടം മാറി. അതെവിടെ പോയെന്ന് നമ്മൾ തന്നെ ആലോചിക്കേ. ഞാൻ ഇത്രയും നേരം എന്തിനാ സങ്കടപ്പെട്ടെ, അല്ലെങ്കിൽ ഇത്രയും നേരം എന്തിനാ കരഞ്ഞേ എന്നൊക്കെ ചിന്തിക്കും. അതേപോലെ ചില സമയത്ത് കരഞ്ഞോണ്ടിരിക്കുമ്പം ചിന്തിക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് നമുക്ക് എന്ത് പ്രശ്നത്തിന് പരിഹാരമാവാനാ? ദൈവമല്ലേ പ്രശ്നത്തിന്റെ പരിഹാരം കാണണ്ടേ, പിന്നെ നമ്മൾ ആമേൻ. കരഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും നടക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു കാരണം നമ്മളെ അത് നമ്മുടെ ആ സങ്കടം ഒന്നും അല്ലാതാക്കി തീർക്കുന്നതാണ് ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയ എന്റെ തീർച്ചയായിട്ടും ഒരു സിസ്റ്റർ. പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിന് ഒത്തിരി അനുഗ്രഹം ദൈവത്തിന്റെ ആമേൻ. അനുഗ്രഹം എല്ലാവർക്കും, കൂട്ടായ്മയിലുള്ളവർക്കും ബ്രദറിനും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷം എന്നെ ഇത്രത്തോളം ഇവിടെ എത്തി. ആമേൻ ആമേൻ. തീർച്ചയായും സിസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് സമയപരിമിതി കൊണ്ട് കർത്താവിന് കൃപ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു മോളുടെ കാര്യത്തിൽ ആ ജോലി വിഷയത്തിലൊക്കെയും ദൈവം അവരെ നടത്തിയും, അത് മാത്രമല്ല വചനത്തിലും പ്രാർത്ഥനയിലും ദൈവം വളർത്തി. ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഞാനിവിടെ ഷെയർ ചെയ്യുന്ന വചനം അത് മാനുഷികമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ ഇന്നത് സംസാരിക്കുവാൻ ഒരു നിയോഗം തരുമ്പോൾ ആ നിയോഗപ്രകാരം ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് പ്രയോജനമായി വരുന്നത്. ആ വചനം കർത്താവിനാൽ വെളിപ്പെടുന്നത് കൊണ്ട് നമുക്കുള്ളിൽ വിശ്വാസവും ബലവും ധൈര്യവുമായി തീരുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കപ്പെടുന്നത് കൊണ്ടാണ്. മാനുഷികമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരുവാൻ കഴിയത്തില്ല, നമ്മൾ സ്റ്റക്കാവും. വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ ഈ പറഞ്ഞത് വചനത്തെപ്പറ്റിയല്ല, വചന വ്യാഖ്യാനം ദൈവാത്മാവ് നൽകുന്നത് കൊണ്ട് കൃപയാൽ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ വളർത്തുവാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂട്ടായ്മയിലും വചനത്തിലും ബലപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ. അമ്മൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ ദൈവിക ആലോചന ഇടപെട്ടത്? ബ്രദറെ, പറഞ്ഞു. എന്റെ പേര് റീത്ത എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കണത്. ഞാൻ ഈ പറഞ്ഞു ഈ ഒരു ഇത് യൂട്യൂബിൽ കൂടിയാണ് ഞാൻ ആദ്യം കേട്ടിരിക്കുന്നത് വചനം. അപ്പൊ ഞാൻ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ബിസിനസ് മീൻസ് എനിക്കൊരു സെന്റർ ഉണ്ട്. എനിക്ക് വീട്ടിൽ ഒത്തിരി പ്രോബ്ലങ്ങളുള്ള ഒരാളാണ്. പക്ഷെ എനിക്കൊരു സെന്റർ നടത്തിയിട്ട് വേണം എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ എനിക്കുണ്ടായിരുന്നൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് ഞാനൊരു സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവിടേക്ക് ആൾക്കാരും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അതിനകത്തൊരു വോളിയം പോയിന്റ് ബേസിലാണ്. അപ്പൊ വോളിയം പോയിന്റ് ആയാൽ മാത്രമാണ് എനിക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ യൂട്യൂബിൽ കൂടെ നോക്കിയിട്ട് ഞാൻ ഈ വചനം എഴുതി വെച്ച് ഒരു 2 ആഴ്ച അടുപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈ പ്രയർ ഗ്രൂപ്പിൽ എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് കയറി ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോഴും ഞാനൊരു മാറി നിന്നിട്ടാണ് സംസാരിക്കണേ. അത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് എൻ്റെ സെന്ററിലേക്ക് 15 പേര് സെന്ററിലേക്ക് വന്നു. അതുപോലെ തന്നെ എനിക്ക് മെയ് മാസത്തിൽ എൻ്റെ വോളിയം പോയിന്റ് 2500 ഇതായി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അതെനിക്കൊരു ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ദൈവം തന്ന വലിയൊരു കൃപയാണ്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് തുടങ്ങിയതിന് ശേഷം ആരും വന്നില്ല, ഒരു മനുഷ്യൻ പോലും ഇവിടെ എത്തിയില്ല. പക്ഷെ വചനം എഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. വചനം എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് വചനമാണ് ഉപയോഗിക്കേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പം വചനം പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ പോലും വരാതെ കിടന്ന സ്ഥലമാണ്. പക്ഷെ ആളുകൾ ഒരുമിച്ച് കൂട്ടമായി വരാൻ ഇടയായി തീർന്നു. ബൈബിൾ പറയുന്നു, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. ഇനിയും വർദ്ധിക്കട്ടെ, സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ, തേടി വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു ഇന്നലെ സിസ്റ്റർ. എനിക്ക് കേറാൻ പറ്റിയില്ല. പക്ഷെ യൂട്യൂബിൽ കൂടെ കേട്ടിരുന്നു രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞത്. രഞ്ജിത്ത് എന്റെ മോനാണ്. അവനെ കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നാനപ്പെട്ടിട്ടില്ല. അവന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ ദേവദാസൻ പറഞ്ഞു അവന്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു, ആള് മാറിയവനെ പോലെ വരുന്നൊരു അനുഭവം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാനത് ഏറ്റെടുക്കുന്നു. അത് എന്റെ മോന്റെ വിഷയമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്റെ ജോലി സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ മുന്നോട്ട് വിടാതെ ഒരു അടിച്ചമർത്തുന്ന ഒരവസ്ഥ. എനിക്ക് സാലറി ഇൻക്രിമെന്റ് ഒന്നും തരേണ്ട സമയമാകുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞ് അത് ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് ലാഭിച്ചെല്ലുമ്പോ ഒരു വളരെ പീസ്ഫുൾ ഉണ്ട്. അവരെന്ത് ചെയ്താലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാ ഞാൻ അവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളിൽ അത് ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാസം
ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കൊരു ഇൻക്രിമെന്റ് കിട്ടുമെന്ന്. ദേവദാസൻ പ്രത്യേകം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മകന്റെ വിഷയം ഇന്നലെ യൂട്യൂബിലാണ് സിസ്റ്റർ കേട്ടത്. യൂട്യൂബിൽ വെച്ചാണ് മകന്റെ വിഷയത്തെ പറ്റി സംബന്ധമായിട്ട് കർത്താവ് ഇന്നലെ ആത്മാവിൽ ആ പ്രവചനാലോചന വെളിപ്പെട്ടത്. സിസ്റ്റർ അത് ഏറ്റെടുത്തത് മാത്രമല്ല, ഓഫീസിന്റെ അകത്ത് വലിയൊരു സമാധാനം ഉണ്ടായി. അത് ഇനിയും വർദ്ധിക്കട്ടെ. മകന്റെ കാര്യത്തിൽ ഒരുമിച്ച് അവർ പ്രാർത്ഥനയ്ക്ക് വരുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മകനുമായി ഒരുമിച്ച് കൂട്ടായ്മയിൽ വരട്ടെ. കർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, ആള് മാറിയവനെ പോലെ ആക്കുമെന്ന്. കർത്താവ് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ ഇടപെടലിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു എന്റെ പേര് ലാലി എന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ ഇന്ന് പറഞ്ഞില്ലേ 4.5 സെന്റ് സ്ഥലം എന്ന് പറയുന്ന. എന്റെ വീട് 4.5 സെന്റ് സ്ഥലമാണ്. ഒത്തിരി ഏക്കറുകൾ ഉണ്ടായിരുന്ന, എല്ലാം പോയിട്ട് അവസാനത്തെ ആണ് 4.5 സെന്റ്. അപ്പം ഇന്ന് ബ്രദർ തുടങ്ങിയപ്പോഴേ പറഞ്ഞു അതിരുകളെ വിസ്തൃതമാക്കുന്നെന്ന്. അപ്പൊ ഞാനും മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ടായിരുന്ന അതിരുകളെ വിസ്തൃതമാക്കണമെന്ന്. അപ്പൊ ഇന്നത്തെ ബ്രദർ തുടക്കത്തിലേ പറയുകയും ചെയ്തു അതിരുകളെ വിസ്തൃതമാക്കുമെന്ന്. അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ പുറയിലത്തെ 4.5 സെന്റിനകത്ത് ഇടുങ്ങി വീട് ആണ് ഇരിക്കുന്നത്. പുറയിൽ കയ്യാലെ എല്ലാം പണിയാതെ പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. പുറയിൽ ഇച്ചിരി പണികളും ഉണ്ട്. അതെല്ലാം തീർക്കാതെ ഇട്ടേക്കുവാണ്. അങ്ങനെ അവിടെ പൈസ നഷ്ടം തന്നെയാണ്. അപ്പടി അത് എല്ലാവർക്കും പരിപാടി വസ്തു വാങ്ങിക്കാനോ അല്ലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാനുള്ള, പക്ഷെ ലക്ഷങ്ങൾ അവിടെ ഒന്ന് മാറിപ്പോയി. അണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 4.5 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് വീട് പണി തീർന്നതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ഒരു സംഭവം? എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്ഥലം വീടുണ്ട്, വീട് നല്ല ഉണ്ട്. പക്ഷെ പുറകിൽ ഇച്ചിരി തിങ്ങ് ഇടയില്ലാത്ത അപ്പം കയ്യാല ആക്കിയിട്ടിരിക്കുക. ആമേൻ. എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 4.5 സെന്റ് എനിക്ക് ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, ഓർത്തോണം. അപ്പൊ കർത്താവ് ഈ കാര്യത്തെ ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആ വസ്തുവിന്റെ ആ ഒരു അളവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് എന്തിനാ എടുത്തെടുത്ത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ നിങ്ങളെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് കേൾക്കണം. എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മളെ കാണുന്നുണ്ട്. അത് ചുമ്മാ ഞാൻ പറയുമല്ല. കൂട്ടായ്മയെ ആചരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മളെ ദൈവം വളർത്താനും ഉയർത്താനും അനുഗ്രഹിക്കുവാനും ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ പ്രവചനാലോചനയൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് നമ്മളെ ഉറപ്പിക്കുക. അല്ലെ, കർത്താവിന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാലും അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളെ ഉറപ്പിക്കുക ദൈവം. 4.5 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് പിൻഭാഗം അത് പണി തീരാ നിൽക്കുമെന്ന് പറയുമ്പം ആ അടയാളം ശ്രദ്ധിച്ചോണം. കർത്താവ് അത് നമ്മൾ ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം നമ്മളെ കാണുന്നുണ്ട്. കർത്താവ് നമ്മളെ ഇന്ന് എത്രത്തോളം സ്പഷ്ടമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം ആൻറ്റി. കർത്താവ് കുടുംബത്തിന്റെ സ്ഥിതി മാറ്റും. ശൂന്യമായതും നഷ്ടപ്പെട്ടു പോയതും ഇന്ന് കർത്താവ് തിരികെ തരും. ഏറ്റെടുത്ത് മനുഷ്യന്റെ ബുദ്ധിയിൽ അസാധ്യമാണ്, പക്ഷെ എൻ്റെ കർത്താവ് വിചാരിച്ചാൽ സാധ്യമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം അത് തരും. കൂട്ടായ്മ ആചരിക്കുക, വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ദൈവം അത് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദർ ഇന്ന് പറഞ്ഞില്ലായിരുന്നു പ്രാർത്ഥന തുടങ്ങിയപ്പം റോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട്. അതെന്റെ ഭർത്താവാണ്. അന്നേരം അത് എനിക്ക് നെറ്റ് ഇഷ്യൂസ് കാരണം എനിക്കത് പറയാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എന്റെ വീട് എന്റെ പേര് ഐറിൻ. റോണി അനുഗ്രഹിക്കുന്നതായിട്ട് പറഞ്ഞായിരുന്നു. റോണി പ്രാർത്ഥന തുടങ്ങിയപ്പോ ഇന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്റെ വീടിരിക്കുന്നത് ബ്രദർ പറഞ്ഞ കണക്ക് വാതിൽ അത് തന്നെയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മിറ്റത്തേക്ക് ചവിട്ടും, പിന്നെ ഗേറ്റ് ആണ്. മിറ്റമായിട്ട് അങ്ങനെ ഇല്ല. ആമേൻ. എന്നോട് ഇതുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? എന്നോട് ഈ അടയാളം എല്ലാം രണ്ടാമത്തെ ദിവസം ഈ മീറ്റിംഗിൽ കയറുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഞാൻ ഒന്നും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ദിവസം. അതായത് സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ പേരെന്താണെന്നും ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നൊന്നും എന്നോട് പറഞ്ഞു. ഞാൻ വീട് കാണാൻ ഒരു സാധ്യതയുണ്ടോ? ഇല്ല. ഒരു സാധ്യതയില്ല. എല്ലാവരും ഹാലലി പറഞ്ഞാട്ടെ. രണ്ടാമത്തെ ദിവസം ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണ്. ഓക്കെ സിസ്റ്റർ, 2 ദിവസമേ ആയിട്ടുള്ളൂ. ആമേൻ. സിസ്റ്റർ നിങ്ങൾ ഓർത്തോണം. സിസ്റ്റർ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരാൻ പറ്റിയത്? സിസ്റ്റർക്ക് ഇങ്ങോട്ട് കയറിയത് എങ്ങനെയാ?
ഞാൻ യൂട്യൂബിന്റെ മനസ്സിന് യൂട്യൂബിൽ കണ്ടു. സമാധാനം തരുന്നൊരു പ്രയർ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലാസ്റ്റ് ബ്രദർ പറഞ്ഞല്ലോ ഇങ്ങനെ സൂം മീറ്റിംഗ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ കയറിയതാ. സൂമിൽ വന്ന്, അതായത് ആരും സിസ്റ്ററെ കൂട്ടിക്കൊണ്ട് വന്നതല്ല, സിസ്റ്റർ യൂട്യൂബിൽ കണ്ട് കണക്ട് ആയതാ അല്ലേ? 2 അതെ 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 ദിവസമായിട്ടുള്ളൂ. അതായത് സിസ്റ്ററുടെ അതെ. ഹസ്ബൻഡിന്റെ എനിക്ക് പേര് മനസ്സിൽ റോണി ഭയങ്കര എന്നാന്നും. പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. ആ അപ്പൊ സിസ്റ്ററെ ഞാനിങ്ങനെ പ്രാർത്ഥനാ വിഷയം മനസ്സിന്റെ പറയല്, ഒരു പ്രാർത്ഥനാ വിഷയം ഇതിലായിരുന്നു. പറയല്, കർത്താവ് അടുത്ത് സ്പർശിക്കാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോണം. എന്നോട് സിസ്റ്റർ ഹസ്ബൻഡിന്റെ പേര് റോണി എന്നൊന്നും പറഞ്ഞിട്ടുമില്ല, വീടും സ്ഥലവും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല അല്ലേ? ഇല്ലില്ല, ഒന്നും ഇല്ല. പറഞ്ഞിട്ടില്ല. സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് ഇടപെട്ടെന്നും? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവോട് പറയുന്നു, വരുന്ന 3 മാസത്തിന്റെ അകത്ത് കുടുംബത്തിന്റെ അകത്തോട്ട് കർത്താവിന്റെ കൃപയാൽ പ്രാർത്ഥനയോടെ വചനത്തിലും കൂട്ടായ്മയിലും ആചരിച്ചോണം. വരുന്ന 3 മാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയമാണ്. പ്രാർത്ഥനയിൽ ബലപ്പെട്ടോണം. കർത്താവ് എന്നെ കാണിക്കുന്ന വലിയൊരു വിശാലത ദൈവം തരാൻ പോവാണ്. വിശാലത എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പോലെ ഞാൻ കാണുന്നത്, വീടിന്റെ മുമ്പിലോട്ട് വഴിയോട് ചേർന്ന് കർത്താവ് അതിലേക്ക് മാറിയിട്ടൊരു 7 സെന്റ് സ്ഥലം ഇപ്പോഴുള്ളതല്ല, ആമേൻ. 7 സെന്റ് സ്ഥലത്തിലേക്ക് ദൈവം നിങ്ങളെ പറിച്ചു നടും. ഇത് നഷ്ടപ്പെടത്തില്ല. കർത്താവ് എന്നെ കാണിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില നന്മയുടെ വാതിലുകളെ ദൈവം തുറക്കും. പ്രത്യേകിച്ച് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ചില നന്മയുടെ ഡോറുകളെ ദൈവം തുറക്കും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം ചില നന്മയുടെ വാതിലിനെ ദൈവം തുറക്കും. എന്നെ കാണിക്കുന്നു ജോലിയല്ല, പല ബിസിനസ് പോലെ ചില സംഭവങ്ങളാണ് ദൈവം അതുമായിട്ട് കണക്ട് ചെയ്യും. അതും വാഹനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ്സാണ്. ദൈവം അതുമായിട്ട് കണക്ട് ചെയ്ത് ചില നന്മകളെ കുടുംബത്തിന്റെ അകത്ത് കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്നെ കാണിക്കുന്നത് കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ സമാധാനം വെളിപ്പെടും കേട്ടോ. ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്നത് കുടുംബത്തിന്റെ മേൽ വലിയൊരു വെളിച്ചം പോലെ ദൈവത്തിന്റെ സമാധാനം വെളിപ്പെട്ട് നിൽക്കാൻ പോവുക. തലമുറകളുടെ മേൽ അത് വെളിപ്പെടാൻ പോവുക. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ മേൽ അത് സംഭവിക്കാൻ പോവുക. നന്മ കയറും, നന്മ നിറയും. അനുഗ്രഹിക്കുന്ന കൂട്ടായ്മ ആചരിച്ചോണം. കർത്താവ് കണ്ടതാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് ബ്രദറെ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, പ്രൈസ് ലോർഡ്. ഒരു സെക്കൻഡ്, നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ. നിങ്ങൾ പറയുന്ന ആള് കഴിവതും പറയാൻ തുടങ്ങിയ ആള് പറഞ്ഞു. ബ്രദറെ, പ്രൈസ് ലോർഡ്. ഇപ്പൊ പറഞ്ഞ പോലെ ആ ബ്രദറിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മനോജ് എന്ന് പറഞ്ഞ ആളിന്റെ കാര്യവും പറഞ്ഞായിരുന്നു ബ്രദർ. അതെന്റെ അനിയനാണ്, അനിയത്തിയുടെ ഹസ്ബൻഡ്. അനിയത്തിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ അതെ അതെ, ബ്രദർ പറഞ്ഞായിരുന്നു. ഞാൻ അന്നേരം അത് റിസീവ് ചെയ്തായിരുന്നു. നാളെയാണ് കേസിന്റെ ഡേറ്റ്. പുള്ളി പോവാണ്. സിസ്റ്റർ പ്രാർത്ഥന ഉള്ള ആളാണ്? അത് പുതിയതായിട്ട് വന്നാണോ? അത് ഞാനാണ് ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കേറിയത്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കേറി. തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുന്നത് നാളെയാണ്. അതെ അതെ. കർത്താവ് സ്പർശിക്കുക. പറഞ്ഞോണം, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞോണം. ധൈര്യപ്പെട്ടോണം. എന്ന് കേട്ട വചനം പോലെ തന്നെ നിൽക്കുന്നത് വെള്ളത്തിലാണ്, പക്ഷെ നിർത്തുന്ന ദൈവമാണ്. ധൈര്യത്തോടെ ഇരുന്നോണം. കർത്താവ് വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യും. ദൈവം ആത്മാവ് ഇടപെട്ടതുപോലെ തന്നെ ആ വിഷയത്തെ കർത്താവിനാൽ പരിഹരിക്കപ്പെടും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതം ചെയ്യും. അനിയത്തി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് ഫോണെ പുള്ളിക്കാരന്റെ. അപ്പം സാരമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് വഴി തുറക്കും. ആമേൻ ആമേൻ. ബ്രദറെ, എന്റെ കാര്യം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, വാട്സാപ്പിലേക്ക് എനിക്ക് സിസ്റ്റർ ഒന്ന് അയക്കുക. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്, പക്ഷെ നോക്കിയിട്ടില്ല. ഒന്നും കൂടെ ഞാൻ സിസ്റ്റർ നോക്കി വരുവാണ്. ഒത്തിരി ആൾക്കാർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു വചന സിസ്റ്റർ അയച്ചു തരാം. വോയിസ് മെസ്സേജ് അല്ല ഇട്ടത്, ഞാൻ റൈറ്റിംഗ് മെസ്സേജ് ആയിട്ടിരിക്കുന്നത്, പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല. വരുന്നുണ്ട് സിസ്റ്റർ, ഞാൻ എടുത്തെടുത്ത് വരുന്നതിന് ഒത്തിരി പ്രയർ റിക്വസ്റ്റിലേക്ക് വന്ന് ഞാൻ വേണം ഫോൺ നമുക്ക് സ്ക്രീൻ കാണിക്കാം. സാരമില്ല, ഞാൻ സിസ്റ്റർക്ക് ഒരു വചനം അയച്ചു തരാം. ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. രാവിലെയും വൈകിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ, രാവിലെയും വൈകിട്ട് ഉറപ്പായിട്ടും ഏറ്റു പറയണം. ആ വചനം പറയണം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞോണം. ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ആ വചനം ഞാൻ അയച്ചു തരാം. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉദരം തുറക്കും കേട്ടോ. കർത്താവ് അത്ഭുതം ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾ ഈ പ്രയർ റിക്വസ്റ്റിൽ അയച്ചോട് ഞാൻ പറയുന്നു, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രയർ റിക്വസ്റ്റ് വന്ന് കിടപ്പുണ്ട്. ഞാൻ എല്ലാം റിപ്ലൈ തരും. പേടിക്കണ്ടെന്നല്ലാതെ തെറ്റാട്ടോ അങ്ങനെ പറഞ്ഞത്. ഭാരപ്പെടേണ്ട. അത് പ്രാർത്ഥിക്കുന്നുണ്ട്, കാണുന്നവർക്കത് മറുപടി അയച്ചു വരുന്നുള്ളൂ. ഒത്തിരി വന്ന് കിടക്കുന്നതാണ്. ഇപ്പോഴും ഞാനിപ്പം നമ്മുടെ വാട്സാപ്പ് ഞാൻ കണക്ട് ചെയ്തിട്ടേക്കുമായിരുന്നു. അത് ഞാനിപ്പം റിമൂവ് ചെയ്തു. കാരണം ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. എന്നോട് ലൈവിൽ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ സമയം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ നോക്കുക. പ്രയർ ടൈം നടക്കുന്ന സമയമാണ്. ഈ സമയം വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൗണ്ട് ജാം ആകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമോ ദൈവികമായ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ. എനിക്കൊരു ഞാൻ പറഞ്ഞു സിസ്റ്റർ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സാക്ഷ്യങ്ങളും ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അർജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്ത് നിർബന്ധമില്ല. കാര്യം നിങ്ങൾക്ക്, എനിക്കറിയാം, ഒത്തിരി ജോലിക്കടയിലൊക്കെ നിൽക്കുന്നവരുണ്ട്, വീടിൻ്റെ അകത്തായിരിക്കുന്നവരുണ്ട്, സമയപരിമിതിക്കകത്ത് നിൽക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞ സാരമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് യൂട്യൂബിൽ ഇത് വരുന്നുണ്ട്. അപ്പം സാക്ഷ്യങ്ങളൊന്നും പറയാതെ പോകരുത്, അനുഭവങ്ങളും പറയാതെ പോകരുത്. സാക്ഷ്യവും അനുഭവങ്ങളും നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. പറഞ്ഞാട്ടെ. ഞാനാണെങ്കിൽ സൂമിൽ ഇന്നലെയാണ് കേറുന്നത്. അന്നേരം എനിക്കൊരു സിസ്റ്ററാണ് ഈ ലിങ്ക് ഇട്ട് തന്നത്. അന്നേരം ഇന്നലെ ബ്രദർ, ഞാൻ പക്ഷെ കേട്ടില്ലായിരുന്നു, ഞാൻ താമസം, എനിക്ക് അറിയത്തില്ല എപ്പോഴാ ഇതുപോലെ ഇത് തുടങ്ങുന്നതെന്ന്. അങ്ങനെ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പേര് വെളിപ്പെടുത്തിയെന്ന്, ബീനാന്ന് പേര് വെളിപ്പെടുത്തി. അന്നേരം ഇതില് വേറെ ബീന ഉണ്ടോന്ന് എനിക്കും അറിയത്തില്ല. സിസ്റ്റർ ആ ബാക്കി സാഹചര്യം കൂടെ കേട്ടായിരുന്നു സിസ്റ്റർ? സാഹചര്യം കേട്ടായിരുന്നു? ഇല്ല, കേട്ടായിരുന്നു? ഇല്ല കേട്ടില്ല ഞാൻ. ഓക്കെ, സിസ്റ്റർ ആദ്യമായിട്ടായിരുന്നു അല്ലേ? ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ദൈവാത്മാ വെളിപ്പെടുത്തിയതുപോലെ കർത്താവ് പ്രിയമകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നലത്തെ നമ്മുടെ പ്രയർ കിടപ്പുണ്ട് സിസ്റ്ററെ, ഇന്നലത്തെ യൂട്യൂബിലുണ്ട്. അതാരാണോ സിസ്റ്റർക്ക് ലിങ്ക് അയച്ചതെന്ന് ആ സഹോദരി ചോദിച്ചാൽ മതി. അതിൽ എന്താണോ അതിൻ്റെ കണ്ടിന്യൂറ്റി, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതും കൂടെ സിസ്റ്റർ കേട്ടോണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാനിങ്ങനെ ഒരു വാക്കാണ് കേൾക്കുന്നത്, സ്വസ്ഥതയില്ലാത്ത, ഒരു സൗര്യവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം സമാധാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ദൈവം ഇങ്ങനെ ഒരു വാക്കാണ് കേൾക്കുന്നത്. ഒരു സൗര്യവും, ഞാൻ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഒരു സൗര്യവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം സ്വസ്ഥത വരുത്താൻ വേണ്ടി പോവുകയാണ്. എന്നെ കാണുന്ന ഒരു കാഴ്ച, എന്തായി എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ മറുപടിയില്ല, പറയാനൊരു മറുപടിയില്ല, അത് പ്രകടിപ്പിക്കാനും കഴിയുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോവാം. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവം എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ചിലരെ ഫേസ് ചെയ്യാൻ പറ്റാതെ, ചിലയിടത്തോട്ട് പോകാൻ പോലും പറ്റാതെ, ചിലർക്ക് മറുപടി കൊടുക്കാൻ പോലും പറ്റാതെ മാറിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവ് അതിൽ നിന്നൊക്കെയും വിടിവിക്കും കേട്ടോ. ദൈവനോട് പറയുന്ന വലിയൊരു സാക്ഷ്യമാക്കി ദൈവം ദേശത്ത് മാറ്റാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയുന്ന ഒരു ഷീജയുമായി ബന്ധപ്പെട്ട്, ഷീജ എന്ന് പറയുന്ന ഒരാളുമായി കർത്താവ് ഇന്ന് നിങ്ങളെ ബന്ധപ്പെടുത്തി ഒരു നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാം. ആ പേര് എഴുതി വെച്ചോണം. ഷീജ എന്ന് പറയുന്ന ഒരാളുമായി ദൈവം കണക്ട് ചെയ്യാൻ പോവുക. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഷീജ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കർത്താവ് കണക്ട് ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവിനെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഫലം കായ്ക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഫലമില്ലാത്തവളെ എന്ന് വിളിച്ചവരുടെ നടുവിൽ നീ ഒരു അനുഗ്രഹമാണെന്ന് പറയത്തക്കവണ്ണം, ഓ, ഞാൻ കാണുന്നൊരു കാഴ്ചയാ, പലരുടെയും പരിഹാസത്തിന്റെ അകത്താണ് നിൽക്കുന്നത്. നിനക്ക് മാത്രം എന്നാ ഫലമില്ലാത്തത്, നിനക്ക് മാത്രം എന്നാ ഫലമില്ലാത്തത്, നിനക്ക് മാത്രം എന്നൊരു നന്മയില്ലാത്തതെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ നടുവിൽ, ചോദ്യങ്ങളുടെ നടുവിൽ, കുടുംബത്തിന്റെ അകത്തുനിന്ന് പോലും ഒരു മുള്ളുപോലെ വാക്കുകൾ നിമിത്തം മുറിവേറ്റതാ. കർത്താവ് പറയുന്നു, അവിടെ നോക്കുകയും ദൈവം ഉയർത്തും കേട്ടോ. ദൈവം വിശാലത വരുത്തും. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ കണ്ടില്ല, കരത്തിന്റെ മേലേക്ക് ഒരു സൗഖ്യം നടക്കുക. ആ കരം, ഇടത് കരത്തിന്റെ മേലേക്ക് ഒരു സൗഖ്യം നടക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു ബലം വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ, യേശുവിന്റെ നാമത്തിൽ ആരാധന. ഞാൻ എന്നെ 1976 എന്നുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് കർത്താവിനെ കാണും. അങ്ങനെ ഒരു വ്യക്തി, ആ ഡേറ്റിൽ ആ വർഷം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ 1976. ഓ യേശുവേ, ആരാധന. ഓ, ആ സൗകര്യ കർത്താവ് ദൈവം ആ കുടുംബത്തെ ദൈവം സ്പർശിക്കുക. ആരാധന യേശുവേ. ഞങ്ങളെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവം നിങ്ങളെ സാക്ഷിയാക്കും കേട്ടോ. പരിഹസിച്ചവരുടെ നടുവിൽ, ഒന്നുമില്ലാത്തവളെ എന്ന് വിളിച്ച് പരിഹസിച്ചവർ നടുവിൽ കർത്താവ് കൈ നിറയെ നന്മയാക്കി നടത്താൻ പോവാ. എങ്ങനെയാന്നുള്ളത് ചിന്തിച്ചാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ ദൈവം ഉയർത്തും, ദൈവം മാനിക്കും.
അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേരും കൂടി എഴുതി വെച്ചോണം. അഖിൽ എന്ന് പറഞ്ഞൊരു പേര് എഴുതി വെച്ചോണം. അഖില്, ആ പേര് എഴുതി വെച്ചു. അത് അനിയത്തിയുടെ മോൻ, അനിയത്തിയുടെ മോൻ. ഓ, അനിയത്തിയുടെ മോനാ അത്. ഈ ഡേറ്റ് വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, പ്രാർത്ഥിച്ചോട്ടെ. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? ഈ ഓ കർത്താവ് പറയണ്ട സിസ്റ്റർ, പറയണ്ട സിസ്റ്ററെ, ഒന്നും പറയണ്ട, പ്രാർത്ഥിച്ചോട്ടെ. അടുത്ത കാര്യം കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഒന്നും പറയണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എന്നോട് ഈ കാര്യം വല്ല സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാന്നും അനിയത്തിക്ക് ഒരു മോനുള്ളതായിട്ടും. ബ്രദറെ ഇതുപോലെ ഇത് കേറുന്നത് പോലും ആദ്യമായിട്ടാ. ഞാൻ ബ്രദറിന്റെ കാര്യം എനിക്ക് അറിയത്തുമില്ല. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കട്ടെ. കുടുംബത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ ദൈവം കാണുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി ഉണ്ടെന്ന് കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദൈവാത്മ പറഞ്ഞു, ഈ വർഷം ജനിച്ച ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയെ ദൈവം തൊടുക. അതാണ് ഞാൻ ചോദിച്ചത്. ആ പേരുകാരൻ ആരാന്ന്? യേശു തൊടുക. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു വെളിച്ചമാക്കി ദൈവം നിങ്ങളെ നിർത്താൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണും. യേശുവിന്റെ നാമത്തിന് വാഹന നന്മയുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറി വരും. അത് നിമിത്തം ഒരു സൈനാണത്. ഓ യേശുവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മാവ് നിൽക്കുന്ന ഒരു വസ്തു ഞാൻ കാണും. ഒരു മാവ് നിൽക്കുന്ന വസ്തു യേശുവിന്റെ നാമത്തിൽ. ഹലോ, ഞങ്ങളുടെ പിന്നെ ഇപ്പം അവിടെ പണി നടക്കുക ബ്രദറെ, എന്റെ വീടിന്റെ. മാവ് നിൽക്കുന്ന മാവ് അതിന്റെ അവിടെ തന്നെ ഫ്രണ്ടി. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ അവിടെ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. എല്ലാ ബ്ലോക്കുകളും തടസ്സങ്ങളെയും യേശു മാറ്റിവിടുന്നു. കർത്താവ് അത്ഭുത മന്ത്രി എന്ന് കാണത്തക്കവണ്ണം യേശു അവിടെ വഴി തുറക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഇഷ്ടം പ്രാർത്ഥിച്ചോണം. ഒറ്റ പ്രാർത്ഥന മുടക്കരുത്. കൂട്ടായ്മ ആചരിച്ചോണം. ദൈവം എന്നെ പറയുന്നു, നോക്കി പരിഹസിച്ച് നിൽക്കുന്നവരുണ്ട്, നിങ്ങൾ വീഴാൻ കാത്തിരിക്കുന്നവരുണ്ട്, പക്ഷെ അവരുടെയൊക്കെ നടുവിൽ ദൈവം ഉയർത്തും കേട്ടോ. കൂട്ടായ്മ നിങ്ങൾ എല്ലാവരും ഞാൻ പറയണം, കൂട്ടായ്മ നിങ്ങൾ ആചരിച്ചു. ഇതേപോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ, എനിക്കറിയത്തില്ല എപ്പോൾ നിങ്ങളോട് പ്രവചിക്കണം, എനിക്കറിയത്തില്ല, മാനസികമായിട്ട് ഞാൻ പറയാം. പക്ഷെ ദൈവത്തിന് അറിയാം എപ്പോൾ ഇടപെടണം, ആരോട് സംസാരിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, കർത്താവ് ഇടപെടും. സിസ്റ്റർ, ഈ വല്ലോ കാര്യങ്ങളും ഞാൻ അറിയാൻ വല്ലോ വഴിയുണ്ടോ? ഒന്നുമില്ല ബ്രദറെ. എന്നാ പ്രാർത്ഥിച്ചോ. കർത്താവ് നിങ്ങളെ വിശാലതയിലേക്ക് ധരിക്കാൻ പോകേണ്ട ദൈവം കാണുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുക. ഒറ്റ കൂട്ടായ്മ നിങ്ങൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുവിനെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനോ ഇതേപോലെ ദൈവിക ആലോചന ഇടപെട്ടതുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. അതല്ല ഇഷ്ടം ഞാനിപ്പോ പറഞ്ഞത്. ഈ സഹോദരിയോടാണ് ആലോചന മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വെളിപ്പെടുത്തിയത്. ഈ സഹോദരി ഇപ്പൊ നമ്മൾ സംസാരിച്ച സഹോദരിയോട്, എന്നെ പേരറിയത്തില്ല സിസ്റ്റർ, മൊബൈലിന്റെ പേരെന്താ ഇട്ടിരിക്കുന്നത്, ആ സഹോദരി ബന്ധപ്പെട്ടാണ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയമല്ല. ഇത് തുടങ്ങിയപ്പോ തന്നെ സുരേഷ് എന്ന് പറഞ്ഞില്ലേ, അതെന്റെ ഹസ്ബൻഡാണ്. തുടങ്ങിയപ്പോ തന്നെ ഞാൻ കേറാൻ പറ്റിയില്ല. സുരേഷ് ഹസ്ബൻഡ്. തീർച്ചയായിട്ടും സുരേഷിനെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞത് അത് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുക. കർത്താവ് ആ മകന്റെ ജീവിതത്തെ വലിയൊരു സ്പർശനം ഉണ്ടാകാൻ പോകുക. കുടുംബത്തിന്റെ അകത്ത് തന്നെ അതൊരു മാറ്റത്തിന് കാരണമായി തീരും. അത് കേട്ടോണം. അതെന്താണോ കർത്താവിന്റെ ആലോചന തുടക്കം മുതലേ പറയുന്നുണ്ട് കേട്ടോ. അത് യൂട്യൂബിൽ കേട്ടോണേ. ദൈവം അത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് കേട്ടോണം, അത് ബലപ്പെട്ടോണം, ആലോചനയിൽ ബലപ്പെട്ടോണം. ദൈവം സ്ഥിതി മാറ്റാൻ പോവുക. ആമേൻ. ഏറ്റെടുത്തോണം. മറ്റാരെങ്കിലും ഉണ്ടോ? ഈ ദിവസങ്ങളിൽ ഞാൻ പറയും, ഞാൻ ഒന്നുകൂടി എടുത്തെടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ ആചരിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നതിന്റെ കാരണം, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരാലോചന നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീണ്ടും കൂട്ടായ്മയിലും വചനത്തിലും ബലപ്പെടാനാണ്. ഞാൻ എന്തിനിടയ്ക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഒരു പിണക്കം പോലെ, പിണക്കം എന്ന് പറഞ്ഞാൽ ചിലർ ഞാൻ റിപ്ലൈ തരാത്തതുകൊണ്ട് ഞാൻ ലേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ റിപ്ലൈ കാണുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പരാതി പറയുന്നതുകൊണ്ട് ഞാൻ പരാതി പറയുന്നതോട് പറയാം. എനിക്ക് എല്ലാവരോടും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ പരാതിപ്പെടുന്നതല്ല ചെയ്യേണ്ടത്, ബലപ്പെടുകയാണ് ചെയ്യേണ്ടത്. വചനം കേൾക്കുക, തുറമാനമായിട്ട് കൂട്ടായ്മ ആചരിക്കുക. അതുകൊണ്ട് കർത്താവിൽ ബലപ്പെടുക. സാക്ഷിയുള്ളവരും അനുഭവമുള്ളവരും വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഒരു മിനിറ്റ് ആദ്യം പറഞ്ഞോളൂ. പറഞ്ഞു അത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പാസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥന പറഞ്ഞായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചായിരുന്നു. നീതിമാന്മാരുടെയും ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. എന്നാണേലും
രണ്ടു മൂന്ന് തവണയൊക്കെ ഫെയിൽ ആയതായിരുന്നു പാസ്റ്റർ. ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാനുള്ളത് പാസ്സായി ദൈവത്തിന്റെ കൃപയാൽ. താങ്ക് യു സോ മച്ച്. ആമേൻ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടെ. അതിനർത്ഥം ജയം നമ്മുടെ അവകാശമാണ്, ആവശ്യമല്ല കേട്ടോ. അത്ഭുതം നമ്മുടെ ആവശ്യമല്ല, അത്ഭുതം നമ്മുടെ അവകാശമാണ് യേശുവിന്റെ ക്രൂശിലൂടെ. ആമേൻ. നന്ദി കർത്താവേ, ജയത്തിന് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. മിനിഞ്ഞാന്ന് ഇതുപോലെ ബ്രദർ പറഞ്ഞായിരുന്നു ഒരു ചുമല ചുരിദാറിട്ട് ഒരു മോൾ അടുത്ത് കിടപ്പുണ്ട്, ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റൂള് അകത്തുണ്ടെന്ന് പറഞ്ഞൊരു അടയാളം പറഞ്ഞായിരുന്നു. പക്ഷെ യൂട്യൂബിലായിരുന്നു. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കയറിയത്. അന്ന് ഇതുപോലെ ബ്രദർ പറഞ്ഞു. പക്ഷെ എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ അതപ്പോ ആ മകളുടെ അപമാനം ദൈവം എടുത്തു മാറ്റുന്നു എന്നാണ് അന്ന് ബ്രദർ അന്നേരം പറഞ്ഞത്. ആമേൻ. എത്ര പേരത് കേട്ടായിരുന്നു? എന്നത്തെ ആയിരുന്നു സിസ്റ്ററെ? മിനിഞ്ഞാന്നത്തെ. ആമേൻ. സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോണം. സിസ്റ്ററുടെ വീടിന്റെ അകത്ത് സിസ്റ്റർ കിടക്കുമായിരുന്നു. അപ്പൊ കർത്താവ് അന്ന് സിസ്റ്റർ യൂട്യൂബിലാണ് കേട്ടത്. അതിനുശേഷമാണ് കേട്ടത് ലൈവ് കേൾക്കുമായിരുന്നു. പിന്നെ ഞാൻ സൂമിൽ കയറുമായിരുന്നു. പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം പിന്നെ ഞാൻ സൂമിൽ കയറി. അല്ല സിസ്റ്റർ ഇത് കേൾക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു യൂട്യൂബിൽ അല്ലേ? ഞാൻ ആദ്യത്തെ ദിവസമായിട്ട് കേട്ടത്. ഞാൻ ഇങ്ങനെ 2 വീഡിയോ കണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബില്. അത് കേട്ട് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിന് ലൈവ് കണ്ടു. അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ പെട്ടെന്ന് ലൈവ് കയറിയത്. നിങ്ങളത് വലിയ അത്ഭുതം തന്നെയാണ്, വലിയൊരു സാക്ഷി തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്റർ ആദ്യമായിട്ടാണ് ലൈവിൽ, അതായത് സൂമിൽ വന്നിട്ടില്ല അല്ലേ, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഒരു നീല ചുമന്ന ചുരിദാർ ഇട്ടിരിക്കുന്നു. പിന്നെ മോൾ അടുത്ത് കണ്ട ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റൂള് കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഇറങ്ങി ചെല്ലുന്നത്. അപ്പം അങ്ങനെ ഒരു അടയാളം. അപ്പൊ സമയം എപ്പോഴാണ് സിസ്റ്റർ? സമയം എപ്പോഴായിരുന്നു? ഒരു 9-10 മണിയായി കാണുമായിരിക്കും ഏകദേശം. അതായത് സിസ്റ്റർ വീട്ടിൽ കിടക്കുന്നു, കൊച്ചു അടുത്ത് കിടക്കുന്നു, വട്ടത്തിലുള്ള സ്റ്റൂൾ എടുത്തോണ്ട്. അതായത് ഞാൻ ഇത് കാണാൻ ഒരു സാധ്യതയില്ല അല്ലേ? ഇല്ല. ഓ കർത്താവിന്റെ കൃപനാലോചിക്ക ദൈവം. ആമേൻ. അതായത് സിസ്റ്റർ ഇട്ടേക്കുന്ന ചുരിദാർ സിസ്റ്ററുടെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നു, അതിന്റെ തൊട്ടടുത്ത് തന്നെ വട്ടത്തിൽ ഒരു സ്റ്റൂൾ അല്ലേ കിടക്കുന്നു. വട്ടത്തിലുള്ള ഒരു സ്റ്റൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുമ്പോൾ എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എത്രത്തോളം കാണുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്നതും നിങ്ങൾ ആയിരിക്കുന്നതുമായി നിങ്ങളുടെ പൊസിഷൻ വരെ അറിയാം. എന്തിനാ ദൈവം ഇത് വെളിപ്പെടുത്തുന്ന അറിയാവോ? നിങ്ങളെ ഉറപ്പിക്കുക, കർത്താവ് കൈവിടത്തില്ല. ദൈവം എന്നെ സിസ്റ്റർ അവസാനം ഇടപെട്ടതാ. എന്താ സിസ്റ്റർ കേട്ടത്? ഞാൻ മറന്നുപോയി. അപമാനം എടുത്തു മാറ്റുന്നു. ആമേൻ. അങ്ങനെ വല്ല അവസരമാണ് സിസ്റ്റർ കടന്നു പോകുന്നത്. കർത്താവ് ഇന്ന് അപമാനം. സിസ്റ്ററെ ഓ സിസ്റ്റർ ദൈവം 17 വർഷമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ജോലി ഇങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. പലതും കിട്ടിയാലും എനിക്ക് അന്നേരം പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി ഒരു പ്രശ്നത്തിൽ ഞാൻ ജോലിയിൽ ഇങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു അയർലൻഡിന്റെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ദൈവം എനിക്ക് അത് തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആമേൻ. ദൈവം കണ്ടു സിസ്റ്റർ, ഇനി ധൈര്യമായിട്ടിരുന്നു. കർത്താവ് അത് കണ്ടു. ഞാൻ പറഞ്ഞു സിസ്റ്റർ നാട്ടിലെവിടെയാ? എന്നോട് കോട്ടയത്ത്. ഞാനിപ്പോ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചെയ്യുന്നത് UK ഇരുന്നുകൊണ്ട്. അപ്പൊ നമ്മൾ തമ്മിൽ കാണാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മിനിഞ്ഞാന്ന് അപ്പൊ മിനിഞ്ഞാന്ന് സിസ്റ്ററുടെ മുറിയിൽ വരാൻ ഒരു സാധ്യതയില്ല. ഇനി അത് വന്നാൽ തന്നെ അത് വെളിപ്പെടാനും ഒരു വഴിയില്ല. ഇത്രയും ദൂരത്തിരുന്നു കൊണ്ട് കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് ഇത് കാണുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോണം. കേൾക്കുന്നതോട് ഞാൻ പറയുകയാണ്, സിസ്റ്ററോട് മാത്രമല്ല കേൾക്കുന്നതോടും പറയുകയാണ്, ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ബൈബിളിൽ പറഞ്ഞു ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും, കൈവിടത്തില്ല, അവൻ അത്ഭുത മന്ത്രിയാണ്. മകള് പറഞ്ഞ പോലെ രാജ്യങ്ങളുടെ വാതിൽ തുറക്കട്ടെ. രാജ്യങ്ങളുടെ വാതിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹത്തെ റിലീസ് ചെയ്യുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ആ നിന്നയെ മാറ്റി ദൈവം വലിയൊരു നന്മയാക്കി തീർക്കുന്നതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പലപ്പോഴും ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങളോട് പറയല്ല യൂട്യൂബിലാണോ സൂമിലാണോ ഫേസ്ബുക്കിലാണോ എനിക്കൊരു കൺഫ്യൂഷൻ വരാൻ കാരണം നമ്മൾ നിൽക്കുന്ന ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് ലൈവിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ 2 യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്കിൽ എൻ്റെ പേജിലും ഒക്കെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ എവിടെ നിൽക്കുന്ന ആളാണെന്ന് എനിക്കും ബുദ്ധിയിൽ അറിയത്തില്ല, പക്ഷെ കർത്താവിനെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, എവിടെ ഇരുന്നാണോ നിങ്ങൾ കേൾക്കുന്നത്, ഏത് രാജ്യത്താണോ ഏത് മുറിയിലാണോ നിങ്ങളെ കാണുന്നൊരു എനിക്കത് എനിക്ക് ആ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആയിരിക്കുന്നത് അതേ എനിക്ക് കാണാൻ പറ്റുന്നത്. ഏത് സ്ഥലമാണ് ചിലപ്പോൾ ദൈവാത്മാ പറയും ഇന്ന രാജ്യമാണ്, ഇന്ന സ്ഥലമാണ്. ചിലപ്പോൾ ആ ലൊക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ വ്യക്തിയായിരിക്കും, കളറായിരിക്കാം. അതുപോലെ ഞാനങ്ങ് പറയുക, കാരണം എനിക്കറിയാം, നിങ്ങൾക്കറിയാം നിങ്ങളായിരിക്കുന്ന അവസ്ഥ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ആലോചന പറഞ്ഞു.
ബ്രദറിന് തുടങ്ങിയപ്പോ പറഞ്ഞു റോണിയുടെ സ്ഥിതി മാറ്റണമെന്ന്. ഇങ്ങനെ ഗേറ്റ് മെയിൻ റോഡിനോട് ചേർന്നൊരു ഗേറ്റ്, ഒരു കാറ്, അതെന്റെ ഒരു കൂട്ടുകാരത്തിയുടെ മോന ഞാനത് ബുദ്ധിമുട്ടിലൂടെ. ഓക്കെ, ആ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാർത്ഥനയിലുണ്ടാകുന്ന ഒരാളുമായിട്ടായിരുന്നു സിസ്റ്റർ ആന്റി അത് ഇടപെട്ടത്. എങ്കിലും ആ കൂട്ടുകാരോടും പറയണം, കഴിയുമെങ്കിൽ അവിടെ പറയണം ദൈവം അനുഗ്രഹിക്കുന്നു പറയണം. ആ സഹോദരി കുറച്ചു മുമ്പ് അത് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എങ്കിൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, കർത്താവ് അവരെ അവകാശമാക്കി പ്രാർത്ഥിക്കുക, ദൈവം തരും കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദറെ, എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. പറഞ്ഞു. എന്റെ പേര് ജസ്സി എന്നാണ്. ഞാൻ ഈ സൂമിൽ ജോയിൻ ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ലിങ്ക്. അപ്പം ഞാൻ രാത്രിയിൽ ഇന്നലെയൊക്കെ ഇവിടെ ഇരുന്ന് സൂമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ കാലിൻ്റെ ഹിപ്സിൻ്റെ മേലിൽ ഭയങ്കര വേദന. അപ്പം എനിക്ക് ഇന്നലെ ഇരിക്കാൻ പോലും ഒക്കുന്നില്ലായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞില്ലേ നമുക്ക് അസുഖമുള്ളടത്തൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. സോ ഐ വാസ് പ്രേയിങ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറി. ആക്ച്വലി ഇന്ന് ഫുൾ ഡേ ഐ വാസ് ഏബിൾ ടു വാക്ക്. ശരിക്കും നടക്കാനും ഒത്തു. ഇന്നിപ്പം ഞാൻ ഇത്രയും നേരം ഈ മീറ്റിംഗ് തുടങ്ങിയപ്പം ഒരു കുറച്ചു നേരം മുതൽ ഞാൻ ഇരിക്കുക തന്നെയാണ്. എനിക്ക് എൻ്റെ ആ വേദനയാണ്. ആമേൻ. സിസ്റ്റർ, അത് വലിയ അത്ഭുതം തന്നെയാണ് സിസ്റ്റർ. ഒത്തിരി ബുദ്ധിമുട്ട് സിസ്റ്റർ അനുഭവപ്പെടുന്നുണ്ട് വേദന നിമിത്തം. യെസ്, അതെ. ഇന്നലെ ഡാഡിയുടെ കൂട്ടത്തിൽ എൻ്റെ ഡാഡിക്ക് നല്ല പ്രായമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഡാഡിയുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വന്ന ഒരു മാസത്തേക്ക്. അപ്പൊ ഡാഡി ചോദിച്ചു മോളെന്താ ഇങ്ങനെ ലിംപ് ചെയ്ത് നടക്കുന്നതെന്ന്. ദേ വർ ഓൾസോ വറീഡ്, എന്താ ഞാനിങ്ങനെ ഇരുന്നേ ചിണ്ണിക്കുമ്പോ എന്താണ് ഇങ്ങനെ ലിംപ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് വേദന, അത് കുറച്ച് നടക്കുമ്പോൾ മാറൊക്കെയുള്ളൂ എന്ന്. പക്ഷെ ബ്രദർ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഐ കുഡ് ഫീൽ ആ വേദന ഒത്തിരി മാറി. ആൻഡ് യുനോ സെൻസിറ്റിവിറ്റി ഇച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി വേദന മാറി. ഐ ആം മച്ച് ബെറ്റർ. ജസ്റ്റ് പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് പ്രിയ മകള് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് സിസ്റ്റർ പ്രാർത്ഥന കയറുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് മുതലാണ്. അതും ഫുള്ള് കേൾക്കാൻ ഒത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അപ്പൊ ഇന്നലെ അങ്ങനെ കയറി. ഞാനിപ്പം വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ലിങ്ക് കിട്ടി. അപ്പൊ അതിൽ കൂടിയാണ് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തത്. തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നത് ലിങ്ക് അയച്ചു കൊടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്കറിയാം പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുന്നവർ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ സഹോദരിക്ക് കിട്ടിയൊരു ലിങ്കാണ്, അല്ലെങ്കിൽ ചിലർക്ക് പ്രാർത്ഥന യൂട്യൂബിൽ കണ്ടവരാണ്. നിങ്ങൾ ഒരാൾക്ക് കൊടുത്തപ്പോൾ സഹോദരി പറഞ്ഞിട്ടില്ല വേദന യേശു തൊട്ട് സൗഖ്യമാക്കി. ഇതേപോലെ സൗഖ്യം മാത്രമല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളൊരു മുഖാന്തരമാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ ലിങ്കുകൾ കൊടുക്കുമ്പോൾ നിങ്ങളും ദൈവരാജ്യത്തിനൊരു ഭാഗമാണ്. പൗലോസ്ലീഹ പറഞ്ഞു സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം, അത് ചെയ്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. നിങ്ങൾ ഒരാൾക്കൊരു പ്രാർത്ഥന ലിങ്ക് കൊടുക്കും. നിശ്ചിത സൗഖ്യം പ്രാപിച്ചപ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ മേലും ഉണ്ടാവും. ആർക്കാണോ അത് കണക്ട് ചെയ്തത് അവരെയും ദൈവം അനുഗ്രഹിക്കും. കർത്താവ് ആർക്കും കടക്കാരനല്ലാത്തതുകൊണ്ട് ഇന്ന് കർത്താവ് പ്രിയ മകളെ തൊട്ടതിന് നന്ദി. ഇഷ്ടയെ പ്രാർത്ഥിച്ചോ. കർത്താവിനോട് പറയുന്നത് ജീവിതത്തിന്റെ അകത്ത് കർത്താവിന് 3 കാര്യങ്ങളെ കർത്താവ് സ്പർശിക്കാൻ പോകും. 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കർത്താവിനോട് വാക്കിങ്ങനെ പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഇനി കൈവിട്ട് കളഞ്ഞൊരു സംഭവമാണ്. കൈവിട്ട് കളഞ്ഞു, ഇനി അത് ഞാൻ അതിന്റെ പുറകെ പോകുന്നില്ല. കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവത്തെ 2010 മുതൽ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ വർഷം തീരുന്നത് ഡിസംബർ മാസം തീരുന്നതിന് മുമ്പ് 2010 സംഭവിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിന്റെ അത് കൈവിട്ടു പോയെന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ വർഷം തീരുന്ന ഡിസംബറിന് മുമ്പ് തമ്പുരാൻ അത് അത്ഭുതമാക്കി മാറ്റും. 3 കാര്യങ്ങൾ ദൈവം തന്നെയാണ് ഇത് ചെയ്തെന്ന് പറയത്തക്കവണ്ണം നിങ്ങളുടെ മുമ്പിൽ അത് തെളിഞ്ഞു വരാൻ വേണ്ടി പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എന്നോട് കർത്താവിനെ പറയുന്നു ദൈവം ഒരു അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയും. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അലക്സിനെ തമ്പുരാൻ തൊടും. അലക്സിനെ തൊട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് അലക്സ് വരുന്നൊരു കാഴ്ച ഞാൻ കാണുവാണ്. ആ വരുന്നതൊരു അടയാളമാണ്. ഈ അലക്സ് എന്ന് പറയുന്ന മനുഷ്യൻ കയറി വന്ന് ഒരു അടയാളമാണ് കർത്താവ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്ക് മുമ്പായിട്ട് ഈ അലക്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഭവനത്തിലേക്ക് വരും. ഇതൊരു അടയാളമായിട്ട് കർത്താവ് കാണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇസ്റ്ററെ കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആലോചന ഏറ്റെടുത്തോണം. ആ പേര് എഴുതി വെച്ചോണം കേട്ടോ. അതെ പാസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആണ്. 2009-10 ഞങ്ങൾ
applied for a US immigration visa. അപ്പം ഞങ്ങൾ May 17th when we went for the interview, അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പിന്നെ രജിസ്റ്റർ ചെയ്ത നിന്റെ പേരൻസ് അവിടെ ആയിരിക്കണമെന്ന്. ആക്ച്വലി എൻ്റെ ഡാഡി മമ്മി പ്രായം അവർ ഇവിടെയാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു വിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് അപ്പ്, ഐ ഡോണ്ട് വാണ്ട് ടു ട്രബിൾ മൈ പേരൻസ്. ഈ പ്രായത്തിൽ അവരെ ഇതിന് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അത് വിട്ടതാണ്. അപ്പൊ എൻ്റെ ബ്രദർ പറഞ്ഞു ഇല്ല, ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, ലെറ്റ് മമ്മി ട്രാവൽ വിത്ത് മീ ടു US. അപ്പൊ അതിനാണ് ഞാൻ ഇവിടെ വന്നത്, ടു ടേക്ക് കെയർ ഓഫ് മൈ ഡാഡ് when my mom is away. So that's what it is. What you said is right. I thank God for that, to reveal എന്നോട് ഇതുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഓ ജീസസ്, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തോട് വെക്കട്ടെ, ദൈവം വലിയ കാര്യം. ഇപ്പം പോലും ബ്രദറിനോട് ഞാൻ പറഞ്ഞില്ല why I'm here in കേരള. ഞാൻ ഡാഡിയുടെ കൂട്ടത്തിൽ നിൽക്കാൻ വന്ന. മമ്മി 10th US പോവാ. 10th ട്രിവാൻഡ്രത്ത് പോയി 11 nights she's traveling. ഓ ജീസസ്, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഈ 2010 മുതൽ ദൈവം അതിനെ എടുത്തു പറഞ്ഞതാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം, പക്ഷെ കർത്താവിന് അറിയാവുന്നത് ദൈവം വെളിപ്പെടുത്തും. ആമേൻ. സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പേരൊന്ന് നോട്ട് ചെയ്തോണം. അലക്സ് എന്ന് പറഞ്ഞൊരു പേര് നോട്ട് ചെയ്തോണം. ആ വ്യക്തി കുടുംബത്തിൻ്റെ അകത്തേക്ക് വരുന്നത് ഒരു അടയാളമാണ്, ഒരു സൈനാണ്. ഈ ഒരു ട്രെയിനിങ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സൈനായിട്ട് കർത്താവ് കാണിക്കുന്നതാണ്. അത് എഴുതി വെച്ചോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കൂട്ടായ്മ ആചരിക്കുക കേട്ടോ, കൂട്ടായ്മ ആചരിക്കുക. പ്രാർത്ഥന വേണം, കൂട്ടായ്മ വേണം. എന്നാലും നമുക്ക് ആലോചനകൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളും ദൈവികമായ അനുഭവങ്ങൾ ഇടപെട്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോളൂ. പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ തൊണ്ട, ശരീരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ തൊട്ട വേദനയാ. ഇന്നും 2 ദിവസം കൊണ്ട് എൻ്റെ താടിയുടെ താഴെ കഴുത്തിന് തൊടുന്നിടത്തെല്ലാം അങ്ങ് നല്ല വേദനയാ അതങ്ങ്. പിന്നെ ഇന്നൊക്കെ കാലിന്റെ മുട്ടിന്റെ അടിവശവും കാലിന്റെ ആ ഭാഗത്തും വേദന, തുടയ്ക്ക് വേദന, കയ്യിലൊരു മുഴ, ഇങ്ങനെ പല അസ്വസ്ഥതകൾ എനിക്ക് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുമിച്ചാണ് രോഗസൗഖ്യമൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ, കർത്താവ് നമ്മളെ തൊടും. നമ്മളൊരു പ്രവചന ആലോചനയ്ക്കകത്തു നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം ഞാൻ ഇന്നാൾ പറഞ്ഞു, നമ്മളൊരു തീക്കകത്തോട്ട് നമ്മുടെ വിഷയങ്ങൾ ഇടുന്നത് പോലെ നമ്മൾ ആ പ്രാർത്ഥനാ സമയത്ത് ഇടുകയാണ്. അവിടെ കൈയൊന്ന് വെച്ചു. ഞാൻ പറയുവാണ്, ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറയുക. ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചത് കർത്താവ് തൊട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, അതിൻ്റെ മേൽ പ്രഖ്യാപിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ തൊട്ട് കഴിഞ്ഞല്ലോ. ഞങ്ങൾ കുറച്ചു മുമ്പേ അത് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പം ആ രോഗവും കർത്താവ് ക്രൂശിൽ വഹിച്ചതാ. ആ മുഴകൾ അപ്രതീക്ഷമാകുക തന്നെ ചെയ്യും. അത് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ യേശുവിനെ കൽപ്പിക്കുന്നു, ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കുകയല്ല, പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ തന്നെ വ്യത്യാസം കാണാം. മുഴ ചുങ്ങിപ്പോകും, ശരീരം ബലം പ്രാപിക്കും. മോശയ്ക്ക് 80-ാം വയസ്സിൽ മരുഭൂമിയിലൂടെ ചെരുപ്പ് തേയാതെ വസ്ത്രം മുഷിയാതെ നടത്തിയ ദൈവം ഉള്ളതുകൊണ്ട് ആ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ആ കർത്താവ് മകളെ സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യുക, ആ വ്യത്യാസം വന്നു കഴിഞ്ഞു. ചെക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ നിങ്ങൾ ഈ സമയത്ത് പറയാനുള്ളൂ? കാര്യം നമുക്ക് സമയം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ലൈവിൽ പൊക്കോണ്ടിരിക്കുന്നു. യൂട്യൂബിലാണ് ഞാൻ കാണുന്നത്. സൂമിൽ എങ്ങനെ കേറുന്നത്? സൂമില് ഇപ്പൊ എവിടെയാ കേൾക്കുന്നത്? ഇപ്പൊ ഞാൻ ആ യൂട്യൂബില് ഒരാൾ എഴുതി തന്നായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ലിങ്ക്. അതിനകത്ത് അടിച്ചപ്പോ കേറിയതാ. ഓക്കെ, ഒരു കാര്യം ചെയ്യ്. എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതേ ലിങ്ക് തന്നെയാണ്. ആ ലിങ്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുണ്ട്. അതിൻ്റെ അകത്ത് ആ നമ്പറിലേക്ക്, എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, ആ നമ്പറിലേക്ക് നിങ്ങൾ ആൻറ്റി മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് വേണമെന്നുള്ളത് ഞാൻ പ്രയർ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനകത്ത് അത് കണ്ടില്ല ബ്രദർ. ഓക്കെ, അത് ഇപ്പൊ കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, താഴെ വഴി പോകുന്നുണ്ട്, കാണാൻ പറ്റും. ആ നമ്പർ എഴുതി എടുത്തിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു, പക്ഷെ അതിനകത്ത് തിരിച്ചെനിക്ക് മെസ്സേജ് വന്നില്ല. അത് വരും. ഞാനിത് ഞാൻ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അത് നോക്കിക്കൊണ്ട് വരുവാണ്. പ്രയർ ലിങ്കുകൾ കുഴപ്പമില്ല. ആ ലിങ്ക് തന്നെ നാളെ ഉപയോഗിക്കുക കേട്ടോ. സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വ്യത്യാസങ്ങൾ എന്തെങ്കിലും ചേഞ്ചുകൾ വരുമ്പോൾ മാത്രമേ ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത്. ആ ലിങ്ക് ഉപയോഗിക്കുക. താഴെ കാണുന്ന നമ്പർ എഴുതിയെടുത്ത് അതിലേക്ക് വാട്സാപ്പിലേക്ക് നിങ്ങൾ ലിങ്കിന് വേണ്ടി മെസ്സേജ് അയക്കുക. പുതുതായിട്ട് കയറുന്നവർക്ക് ലിങ്ക് അയക്കാം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെല്ലാം സെൻഡ് ചെയ്യേണ്ട അതിൻ്റെ അകത്തോട്ടാണ്. നിങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അയക്കരുത്.
ഞാൻ എടുത്തു പറയാൻ കാരണം നിങ്ങൾ ഒരു ഡീറ്റെയിൽസോ അയക്കരുത്. കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അയ്യോ ബ്രദറിനോട് ഞാനിത് പറഞ്ഞതായിരുന്നല്ലോ എന്ന് അതുകൊണ്ട് എടുത്തെടുത്ത് ചോദിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പോലും പറയേണ്ട, കർത്താവ് വെളിപ്പെടുത്തും. നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ പ്രൈസലോടെന്നോ ഹായെന്നോ അയക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ പറയേണ്ട, കർത്താവ് അത് ഇടപെട്ടാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആലോചനയിൽ ബലപ്പെടാം. ഗോഡ് ബ്ലെസ് യു. ആ ലിങ്ക് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകൾ പറഞ്ഞു സിസ്റ്ററെ. ഒരു സാക്ഷിയുണ്ട് വാവസിക്ക്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ പറഞ്ഞു മോളെ. ഞാൻ വാവച്ചിയാണ്. പറഞ്ഞു മോളെ, കേൾക്കുന്നുണ്ട് ബ്രദർ. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്നപ്പോ എന്റെ വയറ് ഭയങ്കരമായിട്ട് വേദനയുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്രദറിന്റെ പ്രാർത്ഥന കേട്ടപ്പം പെട്ടെന്ന് സൗഖ്യമായി. ആമേൻ. മോള് പ്രാർത്ഥിച്ചോ? കൈവച്ചു പ്രാർത്ഥിച്ചോ? ആമേൻ. മോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേദന ഉണ്ടായിരുന്നു. കൊച്ചു കൈവച്ച് ആ പ്രാർത്ഥന. ആമേൻ. യേശുവിന്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടെന്നുള്ളത് കേട്ടപ്പോൾ മോള് കൈവച്ചു. മോള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേദന ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ അത് സൗഖ്യമായി. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയതിന് കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുന്ന വ്യക്തി അത്ഭുതം കാണാം. ഞാൻ പറഞ്ഞില്ലേ, ബ്രദർ കൈവെക്കാൻ നോക്കിയിരിക്കരുത്, നിങ്ങൾ അങ്ങ് കൈവച്ചോണം. യേശു നിങ്ങളെ തൊടുവെന്ന് ഉറപ്പുണ്ടോ? കൈവച്ചോണം. ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറപ്പല്ല, ദൈവത്തിന്റെ ഉറപ്പാണ്. കർത്താവ് എന്നെ തൊടും. എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് നൽകണം. എൻ്റെ ദൈവം എന്നെ തൊടും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ഊഹാപോഹമല്ല നമ്മുടെ ദൈവം. ഞാൻ കേൾക്കുന്നതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക എന്നുള്ളതല്ല, എൻ്റെ ദൈവം എനിക്ക് മറുപടി തരും. കാര്യം ആ കർത്താവ് എൻ്റെ ദൈവമാണ്, എൻ്റെ നല്ല പിതാവാണ്. എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ആരെല്ലാം വാക്ക് മാറിയാൽ യേശു എന്നെ കൈവിടത്തില്ല. ആമേൻ. കർത്താവ് തൊട്ട സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ വലിയ പ്രവർത്തികളെ കാണുവാനും കേൾക്കുവാനും എക്സ്പീരിയൻസ് ചെയ്യുവാനും, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, വചനം കേൾക്കാനുള്ളതല്ല, വചനം അനുഭവിക്കാനുള്ളതാണ്. ദൈവരാജ്യം അനുഭവിക്കാനുള്ളതാണ്. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഞാനിപ്പോൾ ലൈവ് അല്ല ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ. അതിനുശേഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. പുതുതായിട്ട് കയറുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സമയത്ത് നിങ്ങൾ വാട്സാപ്പിൽ വിളിക്കരുത്. ലൈവിൽ കാണുന്നതോടെ ഞാൻ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഈ ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ലൈവിൽ കാണുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും എല്ലാ ലിങ്ക് അവിടെ കാണാൻ പറ്റും. ലിങ്കിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഉണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥന എന്തിനാണ് ഞാൻ ഈ സൂമിലോട്ട് വരാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലൈവിൽ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു ഡേറ്റ് വെളിപ്പെടുത്തി കണ്ടില്ലേ, ആ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തിയപ്പോൾ അടുത്തൊരു പേരും കൂടെ ദൈവാത്മ വെളിപ്പെടുത്തി. അപ്പോൾ കുറച്ചും കൂടെ ആഴമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെ പോകുവാൻ കർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സഹോദരി പറഞ്ഞിട്ടില്ലേ, ഒരു പേര് വെളിപ്പെട്ടു, യൂട്യൂബ് വെച്ചാൽ കണ്ടത്, നേരെ സൂമിലേക്ക് വന്നു. കുറച്ചും കൂടെ ആഴമായിട്ട് ആ കാര്യങ്ങളെ ദൈവം തൊടുവാനും ഇടയായത് കണ്ട്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്, ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാകുവാൻ, യേശു ക്രിസ്തുവിൽ ആ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യണം. ഇതേപോലെ തകർന്നിരിക്കുന്നവർക്ക് ഇത് ചെല്ലുമ്പോൾ, സൗകര്യം പറഞ്ഞു കേട്ടില്ല, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന ആരോ അയച്ച ലിങ്കാ, കാലുവേദനയായിട്ട് ഭാരപ്പെടുമായിരുന്നു. പക്ഷേ ആ ലിങ്കിൻ്റെ അകത്ത് യേശു സൗഖ്യമാക്കുന്നു കേട്ടപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. കാര്യം ഒരാൾ അയച്ചു കൊടുത്ത ലിങ്ക് ആയതുകൊണ്ടാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലും കാണുന്നവർ പറഞ്ഞു, നിങ്ങൾ അയച്ചു കൊടുക്കണം, അനേകർ കൊടുക്കണം. അവർ ദേഷ്യപ്പെട്ടു, ചിലപ്പോൾ അത് തിരസ്കരിച്ചേക്കാം, സാരമില്ല, യേശു നിമിത്തം നമുക്ക് സന്തോഷിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ലൈവിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ലൈവിൽ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് തൊടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലൈവിൽ കാണുന്ന അനി എഡ്വിന് വേണ്ടി കർത്താവിനോട് പറയുന്നു, സഹോദരി കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം വിശാലത വരുത്താൻ പോവാണ്. കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ തലമുറകളെ ദൈവം സ്പർശിക്കുന്നു. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, ദൈവം അവരെ അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ മിനി ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവസ്ഥകളെ മാറ്റും. കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി കർത്താവിനെ, അതുമായിട്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി, നിങ്ങളെ അറിയാവുന്നൊരു മനുഷ്യനുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചിട്ട് ഈ വരുന്ന മാസം തീരുന്നതിൻ്റെ അകത്ത് നിങ്ങളുമായി കണക്ട് ചെയ്തൊരു സ്ഥല സംബന്ധമായിട്ടൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലെസ്സിങ്ങിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. സൗഖ്യങ്ങൾ നടക്കുക. കൈവച്ചോ അവിടെ, യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചു. അത്ഭുതങ്ങൾ നടക്കുകയാണ്. രോഗസൗഖ്യങ്ങൾ നടന്നേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസറുകൾ മാറുകയാണ്. കൗണ്ടുകൾ നോർമലാകണം. ഷുഗർ കൊണ്ട് ജീവിക്കാൻ നോക്കരുത്, പ്രഷർ കൊണ്ട് നടക്കാൻ നോക്കരുത്. ഏത് മാരക രോഗമാകണം. എൻ്റെ കൂടെ പറയണം, യേശുവിൻ്റെ രോഗത്തിന് വേണ്ടി മുറിവേറ്റത് കൊണ്ട്, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്. അത്ഭുതം എൻ്റെ ആവശ്യമല്ല, അവകാശമാണ്. ഉയർച്ച എൻ്റെ അവകാശമാണ്. ക്രൂശിലൂടെ എനിക്ക് ലഭിച്ചതാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി, അത്ഭുതമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.